ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഈ ഡ്രഗ്സ് ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിച്ച കമ്മിറ്റികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഡ്രഗിൻ്റെ ലെജിസ്ലേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. ഈ 3 കാര്യങ്ങളിൽ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റികളെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ ഒരു കമ്മിറ്റി മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്. അത് നമുക്ക് ഇന്ന് ഹാത്തി കമ്മിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ജസ്റ്റ് 7 കമ്മിറ്റികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് 1930 അപ്പോയിന്റ് ചെയ്ത ചോപ്ര കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രഗ് എൻക്വയറി കമ്മിറ്റിയാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ മാത്രമാണ്. നമ്മൾ ആ ബേസിക് കാര്യം മാത്രം ഓർത്താൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇത് കേട്ടത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ലെജിസ്ലേഷൻ, അപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ഡ്രഗ്സ് ആക്ട്, കോസ്മെറ്റിക് അന്ന് ഉണ്ടായിരുന്നില്ല, ഡ്രഗ്സ് ആക്ട്, പിന്നെ ഫാർമസി ആക്ട് എന്നിങ്ങനെയുള്ള ലെജിസ്ലേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഡ്രഗ് എൻക്വയറി കമ്മിറ്റി അല്ലെങ്കിൽ ചോപ്ര കമ്മിറ്റി, ദാറ്റ് ഈസ് ഇൻ 1930. രണ്ടാമത്തെ കമ്മിറ്റി ബോർ കമ്മിറ്റി നമ്മൾ നോക്കി, ദാറ്റ് ഈസ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി. 1943 വന്നത്. 46 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. നമ്മൾ ആ ബേസിക് കൺസെപ്റ്റ് ആണ് എപ്പോഴും ഓർക്കേണ്ടത്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ പറ്റി പഠിക്കുക, പഠിച്ചിട്ട് റെക്കമെൻഡേഷൻസ് സമർപ്പിക്കുക. ദാറ്റ് വാസ് ദി മോട്ടീവ്, ടേംസ് ഓഫ് റെഫറൻസ് ഫോർ ദാറ്റ് കമ്മിറ്റി, ബോർ കമ്മിറ്റി. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളൊക്കെ ഇവിടെ വന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ മൂന്നാമത്തെ കമ്മിറ്റിയാണ് മുതലിയാർ കമ്മിറ്റി. ദാറ്റ് ഈസ് ഇൻ അതിനു മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ട്, ഭാട്ടിയ കമ്മിറ്റി, 1954. ഈ 54 വന്ന കമ്മിറ്റി ഫാർമസ്യൂട്ടിക്കൽ എൻക്വയറി കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കമ്മിറ്റി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുന്നതിനാണ് മൂന്നാമത്തെ കമ്മിറ്റിയായ ഭാട്ടിയ കമ്മിറ്റി 1954 വന്നു. അപ്പം ആദ്യത്തെ കമ്മിറ്റി നിയമം ഉണ്ടാക്കുന്നതുമായിട്ടാണ്, നിയമം ഇല്ലായിരുന്നു. രണ്ടാമത്തെ കമ്മിറ്റി, ദാറ്റ് ഈസ് ബോർ കമ്മിറ്റി, വന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററുമായിട്ട്, പബ്ലിക് ഹെൽത്ത് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, അതിൻ്റെ റെക്കമെൻഡേഷൻസ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ കമ്മിറ്റി, ഭാട്ടിയ കമ്മിറ്റി, വന്നിരിക്കുന്നത് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കാനാണ്. നാലാമത്തെ കമ്മിറ്റി മുതലിയാർ കമ്മിറ്റി, ദാറ്റ് ഈസ് ഇൻ 59, സബ്മിറ്റഡ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1961. അത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ബോർ കമ്മിറ്റി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബോർ കമ്മിറ്റിയിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ പറ്റിയാണ് ബോർ കമ്മിറ്റി പഠിച്ചത്. ആ ബോർ കമ്മിറ്റിക്ക് ശേഷം 1959 ഈ കമ്മിറ്റി, 1946 അത് സബ്മിറ്റ് ചെയ്തു. ബോർ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 4, 9, 13 വർഷത്തിന് ശേഷം വാട്ട് ആർ ദി ഡെവലപ്മെന്റ്സ് ആഫ്റ്റർ ദി റെക്കമെൻഡേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ബോർ കമ്മിറ്റി. ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ. പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ വന്നു കേരളത്തിൽ. അതിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്താണ് എന്ന് പഠിക്കുന്നതിനാണ് മുതലിയാർ കമ്മിറ്റി 1959 വന്നത്. അവർ 61 ഞാൻ പറഞ്ഞു കാര്യങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് കാൾഡ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി, ദിസ് ഈസ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന കമ്മിറ്റിയാണ്, ഭാട്ടിയ കമ്മിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് നാലാമത് വന്ന കമ്മിറ്റിയാണ് ഹാത്തി കമ്മിറ്റി. ദാറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ 1974, സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ 1975. 74 ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു, 75 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇനി മറ്റു 2 കാര്യങ്ങളൂടെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു, അതുകൂടെ പറഞ്ഞിട്ട് ഈ കമ്മിറ്റി പറഞ്ഞ് നമുക്ക് അത് ഫിനിഷ് ചെയ്യാം. ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മിറ്റി IPC 1948 അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് IP 1950. The aim of the IPC, Indian Pharmacopoeia Committee, is primary responsibility is publication of IP പബ്ലിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസും അത് നടപ്പിലാക്കുക. ഇപ്പോഴും ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം വന്ന 2003 കമ്മിറ്റി നമ്മൾ പറഞ്ഞു, മാഷൽക്കർ കമ്മിറ്റി. 2003 അത് വന്നത്. റെഗുലേറ്ററി ഇഷ്യൂസ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്
ഇത് പറയുക. ഇതൊരു സൊല്യൂഷൻ കൂടെ അവർ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ റെക്കമെൻഡേഷൻസ് ആണ്. ഇത് സൊല്യൂഷൻ കൂടെ പറയാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്പ്യൂരിയസ് ഡ്രഗ്, അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്പ്യൂരിയസ് ഡ്രഗിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ ഒരു ഫാക്ച്വൽ റിപ്പോർട്ടും അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും. ഇതാണ് മാർഷൽ കമ്മിറ്റിയുടെ തീരുമാനം. ഇതാണ് 7 കമ്മിറ്റി. അല്ല, നമ്മൾ വിട്ടുപോയ ഇനി പറയാനുള്ള ഭാട്ടിയ കമ്മിറ്റി മാത്രം നമുക്ക് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് DNC ആക്ടിലേക്ക് പോകാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ മലയാളത്തിൽ കൂടെ പറയുന്നതുകൊണ്ട്, മലയാളത്തിലാണ് കൂടുതൽ പറയുന്നത്, അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ആ പോയിന്റ്സ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരാതിരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ആവശ്യമെങ്കിൽ കുറച്ച് മെനക്കെട്ടാലും ഞാനത് PDF ആക്കി എല്ലാ കാര്യങ്ങളും ഒരു നോട്ട്സ് പോലെ ആക്കിയിട്ട് ഞാൻ മാഡത്തിന് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ്, അതിന്റെ റെക്കമെൻഡേഷൻസ്, അതിന്റെ ഇയർ, പ്രധാനമായിട്ട് ഓർക്കേണ്ട പോയിന്റ്സ് മൊത്തത്തിൽ ഞാൻ എല്ലാ റിപ്പോർട്ടുകളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഒരു വിത്തിൻ 1 വീക്ക് ഞാനത് ഷെയർ ചെയ്തു തരാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഹാത്തി കമ്മിറ്റി പറ്റി നമുക്ക് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസും മറ്റു കാര്യങ്ങളും നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു 1974 ഇത് വന്നത്. ഇത് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ഡ്യൂറിങ് 1974. It has submitted its report on 1975. അപ്പോൾ the chairman of the committee was J. Sukhlal Hathi. J. Sukhlal Hathi എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഓക്കെ, ക്യാരി ഓൺ. അപ്പൊ ഈ കമ്മിറ്റിക്ക് പറയുന്ന പേര് ദ കമ്മിറ്റി ഓൺ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ദ കമ്മിറ്റി ഓൺ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഭാട്ടിയ കമ്മിറ്റി. നമ്മൾ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. വേറെ 2 കാര്യം. ബോർ കമ്മിറ്റി പറഞ്ഞു. ബോർ കമ്മിറ്റിയുടെ എക്സ്റ്റൻഷൻ ആണ് മുതലിയാർ കമ്മിറ്റി. അതുപോലെ ഭാട്ടിയ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുന്നതിനാണ് ഭാട്ടിയ കമ്മിറ്റി നിയോഗിച്ചത്. അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഹാത്തി കമ്മിറ്റി. ആ രീതിക്ക് നമ്മൾ ഓർത്താൽ ഈസി ആയിട്ട് നമുക്കിത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമൊന്നുമില്ല. നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെ ഇത് നമുക്ക് എഴുതാം. അപ്പം ഈ ഭാട്ടിയ കമ്മിറ്റി ഞാനിപ്പോൾ പറഞ്ഞു. ഭാട്ടിയ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഭാട്ടിയ കമ്മിറ്റി പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം മരുന്നുകളും ഇമ്പോർട്ടഡ് ഡ്രഗ്സ് ആയിരുന്നു. ഇവിടെ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യങ്ങൾ പറഞ്ഞതാണ്, ഞാൻ അതിന്റെ ഒരു സാന്ദർഭികമായതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്, എക്സ്റ്റംപോറേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ആയിട്ട് ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മരുന്നുകൾ, ബൾക്കായിട്ട് വരുന്ന മരുന്നുകൾ അതിനെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കുക. അതും മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്തത്. ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി. അല്ലാതെ ഒരു ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ആക്ച്വൽ മാനുഫാക്ചറിങ് പ്രോസസ് വാസ് നോട്ട് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം ഇൻ ഇന്ത്യ. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഈ ഭാട്ടിയ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുക. അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യം തന്നെയാണ് ഇതിലും വരുന്നത്, അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പൊ ഇതില് ഈ കമ്മിറ്റി എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഈ ഹാത്തി കമ്മിറ്റി ഏത് കമ്മിറ്റിക്കും ഗവൺമെന്റ് പെട്ടെന്ന് നിയോഗിക്കുകയല്ല, പബ്ലിക് ഔട്ട്ക്രൈ വരുമ്പോഴാണ് സാധാരണഗതിയിൽ എല്ലാ കമ്മിറ്റികളും നിയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പ്യൂരിയസ് ഡ്രഗിന്റെ ഡംപിങ് വന്നപ്പോഴാണ് ആദ്യത്തെ കമ്മിറ്റി വന്നത്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റില് ക്വസ്റ്റിനേഴ്സ് വന്നു. പ്രൈസ് ഓഫ് ദി ഡ്രഗ് വിച്ച് വാസ് വെരി എനോമസ് പ്രൈസ്. ഓരോ മരുന്നിനും ഒരേ ബ്രാൻഡ്, ഒരേ കെമിക്കലുള്ള മരുന്ന്, പല ബ്രാൻഡിന് പല മരുന്ന്, പല വിലയാണ്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഡിസ്ക്രിപ്പൻസീസ് വാസ് ദെയർ. പിന്നെ വാട്ട് വാസ് ദി പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, IDPL, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അത് വന്നത് 1961 IDPL സ്റ്റാർട്ട് ചെയ്തത്. അത് പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനം എന്താണെന്ന് ഞാൻ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഷെയർസ് വിൽ ബി കളക്ടഡ് ഫ്രം ദ പബ്ലിക്. അതാണ് പബ്ലിക് സെക്ടർ. ഇപ്പോൾ കേരളത്തിലൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, KSDP, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, ആലപ്പുഴ ഉള്ളത്. അപ്പൊ അതുപോലെ IDPL ഉണ്ടായിരുന്നു 1961.
അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1954 അറ്റ് പിംപ്രി, മഹാരാഷ്ട്രയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് മെയിൻ കമ്പനികൾ പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അവയുടെ എന്തുമാത്രം ക്വാണ്ടിറ്റി മരുന്നുകൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നു, അത് വെദർ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ദി പബ്ലിക്, വെദർ എസെൻഷ്യൽ ഡ്രഗ്സ് ആർ, വെദർ ദീസ് കമ്പനീസ് ആർ ഏബിൾ ടു മാനുഫാക്ചർ എസെൻഷ്യൽ ഡ്രഗ്സ് കാറ്ററിംഗ് ടു ദി പബ്ലിക്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ള പഠിക്കുകയല്ല, അക്കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യനെയറായിട്ട് പാർലമെന്റിൽ ക്വസ്റ്റ്യനായിട്ട് വന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി എന്ന് പറയുന്നത് പെട്രോളിയം ആൻഡ് കെമിക്കൽസ് മിനിസ്ട്രി. നമ്മുടെ ഇത് പെട്രോളിയം ആൻഡ് കെമിക്കൽസ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ മിനിസ്ട്രിയാണ് ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ചെയർമാൻ വാസ് ജയ് സുഖ്ലാൽ ഹാത്തി. 15 members വാസ് there. 15 members ആണ് ഉണ്ടായിരുന്നത്. ബട്ട് ദേ ആർ ഫ്രീ ടു അപ്പോയിന്റ് അതർ മെമ്പേഴ്സ്, മറ്റു മെമ്പേഴ്സിന്. അങ്ങനെ സബ് കമ്മിറ്റി, സബ് മെമ്പേഴ്സ് എല്ലാം നിയോഗിക്കാനായിട്ട് അവർക്ക് അധികാരമുണ്ട്. ബേസിക് ആയിട്ട് 15 മെമ്പേഴ്സാണ്. പിന്നെ ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ ബ്രീഫായിട്ട് അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കാം. അതായത് 4 കാര്യങ്ങളാണ് മെയിനായിട്ട് അവർ നോക്കാനായിട്ട് പറഞ്ഞത്. 1, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. 2, പ്രൈസ് ഓഫ് ദി ഡ്രഗ്സ്. 3, റേഷൻ. ഞാൻ പറഞ്ഞ പ്രൈസിന്റെ വേരിയേഷൻ ഉണ്ടായിരുന്നു. 3-ാമത്തെ കാര്യം എസെൻഷ്യൽ ഡ്രഗ്സ്, വെദർ essential drugs are available, all the essential drugs are available in India, and whether India is capable of manufacturing all the essential drugs independently. ആ കാര്യങ്ങൾ പഠിക്കുക, 3-ാമത്തെ കാര്യം. 4, QC, ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് പഠിക്കുക. ഇത്തരം 4 കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ്, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 4 പോയിന്റ് പറഞ്ഞു. അതിന്റെ ആ ടേംസ് ഓഫ് റെഫറൻസ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒന്ന് സ്മാൾ സ്കെയിൽ recommend measures for the promotion of small scale industry. ചെറുകിട മാനുഫാക്ചറിങ് യൂണിറ്റുകളെ പുരോഗതിയിലേക്ക് നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമുക്കിവിടെ R&D വളരെ കുറവായിരുന്നു. കാരണം പുറത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. അതിന് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വേണം. അപ്പോൾ അതൊന്നും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് പുറത്തായിരുന്നു, നമ്മുടെ ഫോറിൻ കൺട്രികളിലായിരുന്നു R&D മുഴുവനും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദി ഇന്ത്യൻ കമ്പനീസ് ഫോർ ദീസ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ട ഡിഫിക്കൽട്ടീസ് എന്നാണ്. മെഷേഴ്സ് ഫോർ കോമ്പാറ്റിംഗ് ദാറ്റ് തിങ്. ഇതിനെ കോമ്പാറ്റ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് എന്താ? ഇതാണ് 2-ാമത്തെ കാര്യം. 3-ാമത് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ എഫക്റ്റീവ് QC, ക്വാളിറ്റി കൺട്രോൾ എൻഹാൻസ് ചെയ്യാൻ. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ്. പിന്നെ റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ പ്രൊവൈഡിങ് എസെൻഷ്യൽ ഡ്രഗ്സ് ടു പബ്ലിക്. എല്ലാ പബ്ലിക്കിനും എസെൻഷ്യൽ ഡ്രഗ്സ് കൊടുക്കാൻ എന്തെല്ലാം മെഷേഴ്സ് വേണം? കാരണം അന്നത്തെ സമയത്ത് ഇന്ത്യ വാസ് നോട്ട് സഫീഷ്യൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇന്ത്യ ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ അതർ കൺട്രീസ് ഫോർ ഇറ്റ്സ് എസെൻഷ്യൽ ഡ്രഗ്സ്. ബട്ട് നൗ ഡേയ്സ് India is self-sufficient, self-reliant and capable of exporting these drugs to other countries. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക, റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള ഒരു പോയിന്റ്, റെക്കമെൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അതർ അറേഞ്ച്മെന്റ്സ് ടു എൻഷുവർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബേസിക് ഡ്രഗ്സ്, റോ മെറ്റീരിയൽസ് ആൻഡ് ഇന്റർമീഡിയറീസ്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ചെറുകിട കമ്പനികൾ ഇങ്ങനെ മൾട്ടിനാഷണലുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ദേ ഹാവ് മച്ച് മോർ ഡെവലപ്ഡ് ടെക്നോളജീസ്, ദേ ഹാവ് മച്ച് മോർ അവൈലബിലിറ്റി ഓഫ് ദീസ് റോ മെറ്റീരിയൽസ്, ഇന്റർമീഡിയറീസ് ആൻഡ് അതർ സച്ച് ബൾക്ക് ഡ്രഗ്സ്. അപ്പോൾ ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, റോ മെറ്റീരിയൽസ് കിട്ടാനില്ല, ടെക്നോളജി അവൈലബിൾ അല്ല. അങ്ങനെ വന്നപ്പോൾ അതിന്റെ പോരായ്മ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സ് പറയുക. ദാറ്റ് വാസ് ദി അനദർ ടേം ഓഫ് റെഫറൻസ്, മറ്റൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് അവർ പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 3-4 പോയിന്റാണ്. ഒന്ന്, പ്രൈസിനെ പറ്റി പഠിക്കുക, പിന്നെ എസെൻഷ്യൽ ഡ്രഗ്സ് അവൈലബിൾ ആക്കുക, QC അവൈലബിൾ ആക്കുക, ദെൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെയും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും കോപ്പറേറ്റീവ് സെക്ടറിലുള്ള മാനുഫാക്ചറേഴ്സിനും അതിന്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് വാസ് ദി 4 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് കമ്മിറ്റി. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കമ്മിറ്റി ഇങ്ങനെ, ഞാൻ പറഞ്ഞു 1974 ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു അൺടുവേർഡ്
incident was happened in Kanpur. By some 10 people died in a hospital, in a government hospital, while administering IV fluid. അപ്പോൾ IV ഫ്ലൂയിഡ് കൊടുത്തിട്ട് 10 പേര് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഈ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. When the committee was started its activities, this untoward incident was happened. അപ്പോൾ അതുകൊണ്ട് it was grabbed media attention. So government immediately directed the committee to submit the report expeditiously or immediately. Immediate ആയിട്ട് ഇതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഏത് ക്വാളിറ്റി ഈ സംഭവത്തെ പറ്റി പഠിച്ചിട്ട് ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആവശ്യം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദീസ് കമ്മിറ്റി ഹാവ് അപ്പോയിന്റഡ് എ സബ് കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റിയെ നിയോഗിക്കും. 6 പേര് ചേർന്നിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ഓൺലി ഫോർ സ്റ്റഡിയിങ് ദീസ് ആസ്പെക്ട്. അതായത് QC ക്വാളിറ്റി കൺട്രോളിനെ മാത്രം പഠിക്കാനായിട്ട് ഒരു 6 മെമ്പേഴ്സിന് ചേർന്നിട്ടുള്ള ഒരു സബ് കമ്മിറ്റി നിയോഗിച്ചു. എന്നിട്ട് ഈ കമ്മിറ്റി മറ്റു കമ്മിറ്റികളെ പോലെ തന്നെയാണ് ദേ മെയ്ഡ് ഡിസ്കഷൻസ് വിത്ത് മീഡിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് മാനുഫാക്ചറിങ് പീപ്പിൾ, മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ആൻഡ് ദോസ് കെമിസ്റ്റ്. അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമത്തത് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. ഈ 2 വിധത്തിലാണ് അവർ ഇതിന്റെ ഡേറ്റ എടുത്തത്. അങ്ങനെ ഡേറ്റ എടുത്തിട്ടും ഇതിൽ സംബന്ധിച്ച് ഇതൊരു 500 പേജുള്ള റിപ്പോർട്ട്, 500-ലധികം പേജുണ്ട്. വായിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൽ ഒരു 4 ക്വസ്റ്റ്യനെയർ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. 4 ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ 1 ഫോർ എസെൻഷ്യൽ ഡ്രഗ്സ്, 1 ഫോർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനെയർ, ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യനെയർ. അങ്ങനെ 4 ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. ഓരോന്നിലും 28 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊക്കെ അതിലുണ്ട്. ഞാനതൊക്കെ നോട്ട്സ് ആയിട്ട്, ഇതിൽ നമുക്ക് റിലവൻസ് ഇല്ല, നോട്ട്സ് ആയിട്ട് ഉള്ളതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് ദിസ് കമ്മിറ്റി ഹാസ് വിസിറ്റഡ് ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനീസ് വിച്ച് വെയർ എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം ഇൻ ഇന്ത്യ. ആ കമ്പനീസ് എന്ന് പറയുന്നത് അബട്ട് ലബോറട്ടറീസ്, ഹോഷ് ഫാർമ, സാൻഡോസ് ലിമിറ്റഡ്, യൂണിക്കം ലാബ്, തെമിസ്, ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ആൻഡ് IDPM. ഈ 4 കമ്പനികളും ഇവർ വിസിറ്റ്, ഈ 2 പബ്ലിക് സെക്ടർ കമ്പനികളും വിസിറ്റ് ചെയ്തു, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്തു. അങ്ങനെ ഫൈനലായിട്ട് ദേ മെയ്ഡ് ദെയർ റെക്കമെൻഡേഷൻസ്. അപ്പോൾ അതാണ് ദാറ്റ് ഇസ് എ റെക്കമെൻഡേഷൻ പാർട്ട്. അപ്പോൾ അതിലെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഇത് ചോദിക്കുന്നത് ഒബ്ജക്റ്റീവായിട്ടാണ് ചോദിക്കുന്നത്. ഇവരുടെ റെക്കമെൻഡേഷൻ ഒരെണ്ണം കൊടുത്തിട്ട് ഏത് കമ്മിറ്റിയാണ്, ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രധാനമായിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഡ്രഗ് അതോറിറ്റി, NDA, നാഷണൽ ഡ്രഗ് അതോറിറ്റി എന്ന് പറഞ്ഞ് ഒരെണ്ണം രൂപീകരിക്കുക. ദാറ്റ് വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഹാത്തി കമ്മിറ്റി. ഈ NDAയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇറ്റ് സെർവ്സ് ആസ് എ ഡേറ്റ ഡോക്യുമെന്റേഷൻ സെന്റർ. ഡോക്യുമെന്റേഷൻ സെന്റർ എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചെറുകിട മാനുഫാക്ചറേഴ്സിന് ടെക്നോളജി അവൈലബിൾ അല്ല, റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല, R&D സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള ഒരു ഡേറ്റ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ദാറ്റ് വാസ് ദി എയിം ഓഫ് നാഷണൽ ഡ്രഗ് അതോറിറ്റി. NDAയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് R&D സംബന്ധിച്ച ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുക, റിസർച്ച്, ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാ ഡേറ്റയും കളക്ട് ചെയ്യുക, ടെക്നോളജി സംബന്ധിച്ചുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക, പിന്നെ ഡ്രഗിന്റെ റോ മെറ്റീരിയൽസ് അതെവിടെ കിട്ടും, എന്താണ് അതിന്റെ പ്രൈസ്, ഇങ്ങനെയുള്ള ഓൾ ദീസ് ഡേറ്റ ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് യൂണിഫൈഡ് ഇൻ എ സിംഗിൾ വേ, documented in a way so that these small scale industries can directly avail these documents or data. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, മോർ നമുക്ക് ഇപ്പോൾ ചെറുകിട വ്യവസായം കൂടണമെങ്കിൽ പോളിസി, ഗവൺമെന്റ് പോളിസി ഷുഡ് ബി ദെയർ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, KMSCL, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഗവൺമെന്റ് ഡ്രഗ്സ് പ്രൊക്യൂർ ചെയ്ത്. അപ്പോൾ അതൊരു ടെൻഡർ സിസ്റ്റമാണ്. ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ആൾക്കാണ് ഈ ടെൻഡർ കിട്ടുന്നത്. ബിഡിങ് സിസ്റ്റം. അപ്പോൾ ഇതിലിപ്പോൾ എക്സാമ്പിൾ, ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 100 രൂപ പുറത്തുള്ള ഒരു കമ്പനി കോട്ട് ചെയ്തു, കേരളത്തിലെ കമ്പനി 110 രൂപ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും ഗവൺമെന്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇത് ഇൻസെന്റീവ് പോലെ കൊടുക്കും. ഇപ്പൊ 10% ഇൻസെന്റീവ് പോലെ കൊടുക്കുകയാണെങ്കിൽ 100 രൂപ പുറത്തുള്ള കമ്പനി കോട്ട് ചെയ്തു,
കേരളത്തിലെ കമ്പനി 110 രൂപ കോട്ട് ചെയ്താൽ കേരള കമ്പനിക്കായിരിക്കും, കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഞാൻ പറഞ്ഞത്, മരുന്നുകൾ ടെൻഡർ ചെയ്യുന്നത്, ടെൻഡർ അവർക്കാണ് വിൻ ചെയ്യുന്നത്, അവരാണ് വിൻ ചെയ്യുന്നത്. That means government have made such policies so as to enhance the manufacturing activity of indigenous manufacturing companies. ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്പനികളുടെ പ്രവർത്തനം കൂട്ടുന്നതിന് ഗവൺമെന്റ് ഓരോ പോളിസിയാണ് ഇത്. ദീസ് ആർ ദി പോളിസീസ് ഓഫ് ഗവൺമെന്റ്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് മേക്ക് സച്ച് പോളിസീസ് സോ ആസ് ടു എൻഹാൻസ് ദി മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഓഫ് ദി സ്മാൾ സ്കെയിൽ മാനുഫാക്ചറേഴ്സ്. അവരുടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കൂട്ടുന്നതിനുള്ള പോളിസി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ദാറ്റ് വാസ് ദി വൺ റെക്കമെൻഡേഷൻ. മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആൾ റോ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ, API, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്, ഇന്റർമീഡിയറീസ് ആൻഡ് ബൾക്ക് ഡ്രഗ്സ്, ഇതെല്ലാം ഈക്വൽ ആയിട്ട് ഇവർക്ക് കിട്ടുന്ന രീതിക്ക് ഉള്ള സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ ടെക്നോളജി, ഇവർക്ക് ടെക്നോളജി അവൈൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ടെക്നോളജി ഇമ്പാർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് ഇത്തരം ഇങ്ങനെ 45 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ എസെൻഷ്യൽ ഡ്രഗ്സ്. എസെൻഷ്യൽ ഡ്രഗ്സ് എല്ലാ കമ്പനികളും അവരാൽ കഴിയുന്ന എസെൻഷ്യൽ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുക. ഇപ്പോൾ IDPL അല്ലെങ്കിൽ ഇത് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ്, അത് ആന്റിബയോട്ടിക്സ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം എസെൻഷ്യൽ ഡ്രഗ്സ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ should be in a position to capable of manufacturing all the essential drugs which are needed to India. നമുക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നുകളും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ റെക്കമെൻഡേഷൻ. ഇതാണ് ജനറൽ ആയിട്ട് ഉള്ള റെക്കമെൻഡേഷൻ. ഇനി പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു 45 ഉണ്ട്, അതിൽ 3-4 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പോയിന്റ് ആയിട്ട് തന്നെ എഴുതരാം, ചിലത് ഇതിൽ വിട്ടുപോകും ഞാൻ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൽ പ്രൈസിങ് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളാണ് അവരുടെ ബേസിക് അജണ്ട എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൈസ് ആണ്. പ്രൈസിങ്ങിൻ്റെത് റേഷണൽ പ്രൈസ് ഉണ്ടാകാനായിട്ട് അവർ ശുപാർശ ചെയ്തു. അന്ന് ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ്, അത് നമുക്കറിയാവുന്ന കാര്യം, ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് the very same drug which is available in different brands that will create price variation or discrimination. അതാണ് അവരുടെ ഒരു ഫൈൻഡിങ്. അതായത് ഒരേ കെമിക്കൽ ഉള്ള മരുന്ന് പല ബ്രാൻഡിൽ വരുമ്പോൾ ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ബ്രാൻഡ് കോൺഷ്യസിന് വേണ്ടി അവർ പ്രൈസ് കൂട്ടും എന്നുള്ളതാണ് ഇവർ ഈ കമ്മിറ്റി കണ്ടുപിടിച്ചത്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി all the drugs should be made available in generic form. അതൊരു റെക്കമെൻഡേഷൻ വച്ചു. പക്ഷെ അത് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ എ ഫേസ്ഡ് മാനർ. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ജനറിക് ആകുമ്പോൾ സ്പ്യൂരിയസ് ആയിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ ഫ്ലഡഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പിന്നെ ഫേസ്ഡ് മാനറിൽ അത് ചെയ്യുക. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഡ്രഗ്സ് പ്രൈസ് കൺട്രോളിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് DPCO ഡ്രഗ്സ് പ്രൈസ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ ഓർഡർ 1966 ആണ്. 1966 ആദ്യത്തെ പ്രൈസ് കൺട്രോൾ വരുന്നത്. ദാറ്റ് വാസ് അമെൻഡഡ് ഇൻ 1970. 1970 അമെൻമെന്റ് വന്നു. അതിനുശേഷം 1979 വന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 2013 നമുക്കറിയാം. ഇത്രയാണ് അതിന്റെ കാര്യം. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് പിന്നെ ഈ കമ്മിറ്റിയുടെ ഈ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തിട്ട് ഒരു താരിഫ് കമ്മീഷനാണ് അന്നുണ്ടായിരുന്നത്. NPPA അല്ല, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് താരിഫ് കമ്മീഷൻ വാസ് ദെയർ. Accordingly, based on the recommendation of Tariff Committee, 17 essential bulk drugs were their price were fixed. 17 എണ്ണത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്തു. അതൊരു വലിയൊരു റിമാർക്കബിൾ പോയിന്റ് ആയിരുന്നു. കാരണം അതുവരെ പ്രൈസിനൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അന്നത്തെ അദ്ദേഹം പറഞ്ഞു, ഈ കമ്മിറ്റി പറഞ്ഞത് കോസ്റ്റ് പ്രൈസ് ആണ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചറിങ് കോസ്റ്റ്, പാക്കിംഗ് കോസ്റ്റ് ആൻഡ് ലേബലിംഗ് കോസ്റ്റ്, അത് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. അതനുസരിച്ച് ഹൈ ഡ്രോപ്സിനൊക്കെ പാക്കിങ്ങിനൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട് ഹയർ പ്രൈസ് കൊടുക്കാം എന്നും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രൈസിന്റെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തത്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു QC, ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ഒരു കാൺപൂറിലെ ഇഷ്യൂ ഞാൻ പറഞ്ഞു. അതിനെ ബേസ് ചെയ്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ദാറ്റ് സബ് കമ്മിറ്റി വാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1974 തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 74 ഡേറ്റ് ഞാൻ ഇതിൽ ഉണ്ട്. ഞാനത് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പൊ അതിലുള്ള അവരുടെ ടേംസ് ഓഫ് റെഫറൻസും അതിന്റെ റെക്കമെൻഡേഷൻസും മാത്രം പറയാം. അതോടുകൂടി ഞാൻ കഴിഞ്ഞു നമുക്ക്.
അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ്, അതായത് ഈ QC സംബന്ധിച്ചുള്ള ടേംസ് ഓഫ് റെഫറൻസ് ആണ്. സ്മാൾ സ്കെയിൽ ഒന്നാമത്തേത്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ലബോറട്ടറി ഷുഡ് ബി മെയ്ഡ് ഔട്ട് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ബയോളജിക്കൽസ്. ബയോളജിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ അതുപോലെയുള്ള പ്രോഡക്ട്സിനാണ് ബയോളജിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന, അവരുടെ സെല്ലിൽ നിന്നും മറ്റും എടുക്കുന്ന പ്രോഡക്റ്റാണ് ബയോളജിക്കൽസ് എന്ന് പറയുന്നത്. അവ ടെസ്റ്റ് ചെയ്യുന്നതിന് അന്ന് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിന് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് വാസ് വൺ റെക്കമെൻഡേഷൻ. പിന്നെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ, ലീഗൽ ഇന്റലിജൻസ് സെൽ ഫോർ ക്യാരിയിങ് ഔട്ട് പ്രോസിക്യൂഷൻ അഗൻസ്റ്റ് സ്പീരിയസ് ഡ്രഗ്സ്. ഒരു ഇന്റലിജൻസ് സെൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് ഇവിടെ നമുക്ക് കേരളത്തിലും ഒരു ഇന്റലിജൻസ് വിങ് ഉണ്ട്, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ. 5 പേരാണ് അതിൽ ഡ്രഗ് ഇൻസ്പെക്ടർമാരായിട്ടുള്ളത്. പിന്നുള്ളത് ഒരു ലീഗൽ ഇന്റലിജൻസ് റിപ്പോർട്ട്, ഫെസിലിറ്റീസ് ഫോർ സ്ക്രീനിങ് ന്യൂ ഡ്രഗ്സ്. പുതിയ ഡ്രഗ്സ് വന്നാൽ അതിനെ സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം. ആൻഡ് നോ പെർമിഷൻ ഷുഡ് ബി ഗിവൺ ടു ന്യൂ ഡ്രഗ്സ് വി ഷുഡ് ബി മാർക്കറ്റഡ് ഇൻ ഇറ്റ്സ് ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ന്യൂ ഡ്രഗ്സിന് പെർമിഷൻ കൊടുക്കാൻ പാടില്ല. when a new molecule or new drug enters into the market, that should be marketed as a generic form, in a generic form എന്നാണ് അവരുടെ റെക്കമെൻഡേഷൻസ്. പിന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ലൈബ്രറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതൊക്കെ ഞാൻ പോയിന്റ്സ് ആയിട്ട് ചെയ്തു തരാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പോയിന്റ്, പിന്നെ പർച്ചേസ് ഓഫ് ഡ്രഗ്സ് ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ത്രൂ ടെൻഡർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു KMSCL വഴി, ടെൻഡർ വഴിയാണ് ഇപ്പോൾ ഗവൺമെന്റിലേക്ക് മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നത്. സിസ്റ്റം വാസ് ഫസ്റ്റ് റെക്കമെൻഡഡ് ബൈ ദിസ് കമ്മിറ്റി. ഹാത്തി കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത്, കാരണം ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഈ ഇഷ്യൂ വന്നത് കാൺപൂരിൽ. അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാൻഡേർഡ് ഡ്രഗ്സ്, ക്വാളിറ്റി ഡ്രഗ്സ് വേണം എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യണമെന്ന്, മരുന്ന് പ്രൊക്യൂർ ചെയ്യണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പിന്നുള്ള പോയിന്റ്, പിന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം, അതൊക്കെ കാര്യങ്ങൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ടൈമിന്റെ ഇതുകൊണ്ട്. പിന്നുള്ളത്, ഡ്രഗ്സ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു തറോ വിഷ്വൽ എക്സാമിനേഷൻ. അപ്പം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരുന്ന് വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് അത് അസൈൻ ചെയ്തത്. നമ്മൾ വിഷ്വലായിട്ട് എക്സാമിൻ ചെയ്തിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വിഷ്വലി, if we can view some visual foreign particles in the particular drug, the authority should be inform the Drugs Control Authority and they have to take samples. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നുള്ളത്, പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ഷുഡ് ഇൻസ്പെക്ട് ദി ഹോസ്പിറ്റൽ സ്റ്റോർ ആൻഡ് ഡ്രോ സാമ്പിൾ. അവിടുത്തെ സാമ്പിൾ, അതിനെ ബേസ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ സാമ്പിൾസ് ഒക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ റെക്കമെൻഡേഷൻസ്. കുറെ ഉണ്ട്, ഇതെല്ലാം ഒരു 10, ഞാൻ പറയുന്നത് 45 റെക്കമെൻഡേഷൻ ആദ്യത്തേലുണ്ട്. ഓരോന്നിലും ഇതുപോലെ ഒരുപാട് റെക്കമെൻഡേഷൻ വരുന്നതാണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, ദിസ് ഈസ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. ദിസ് കമ്മിറ്റി, അതായത് ഇൻഡിജീനസ് ആയിട്ടുള്ള നമ്മുടെ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഡിജീനസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനും കോപ്പറേറ്റീവ് സെക്ടറിലുമുള്ള മരുന്ന് കമ്പനികളെ എൻഹാൻസ് ചെയ്യുക, അവരുടെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എസെൻഷ്യൽ ഡ്രഗ്സ് പ്രോപ്പർ പ്രൈസിന് കിട്ടുക. പിന്നെ നമ്മുടെ ഈ ക്വാളിറ്റി കൺട്രോൾ ആസ്പെക്ട്സ്, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ കമ്മിറ്റിയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം ഞാനിപ്പം ചില കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചാൽ ആ റെക്കമെൻഡേഷൻ എന്താണ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഈ കമ്മിറ്റിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ ബേസിക് പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഈ കമ്മിറ്റിയുടെ ഇമ്പാക്ട് എന്താണ്? ഈ കമ്മിറ്റിയുടെ ഇമ്പാക്ട് 1978 ഡ്രഗ് പോളിസി ടോട്ടലി ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ബേസിലാണ്. അതിനുശേഷം ഒരുപാട് ഡ്രഗ് പോളിസി ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് 1978 ആണ്. ദാറ്റ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദിസ് ഹാത്തി കമ്മിറ്റി. അപ്പൊ അതാണ് അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ഓഫ് സോ മെനി ഡ്രഗ്സ് വെയർ റെഡ്യൂസ്ഡ് ആഫ്റ്റർവേർഡ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ DPCO 79 വന്നു. അത് ഗവൺമെന്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് 1979 ഒരുപാട് ഡ്രഗ്സ്, സോ മെനി ഡ്രഗ്സ് വെയർ ബ്രോട്ട് ഇൻ ടു പ്രൈസ് കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം ഇവർ പറഞ്ഞത്, ദേ റെക്കമെൻഡഡ് ദ മാർജിൻ ഓർ ദി പ്രോഫിറ്റ് മാർജിൻ ഷുഡ് ബി 10 to 12.5%. അതായത് റീറ്റെയിൽ മാർജിനാണ് പറഞ്ഞിരിക്കുന്നത്, റീറ്റെയിലും ഹോൾസെയിലും.
10% to 12.5% മാർജിൻ. അപ്പോൾ അതാണ് നമ്മുടെ പ്രൈസ് കാൽക്കുലേഷന്റെ കാര്യത്തിൽ വരുന്നതാണ്. അത് പ്രൈസ് കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് പ്രൈസ് ആണ് പ്ലസ് ഇതാണ് മാർജിൻ റേറ്റ്. ഇതനുസരിച്ച് കാൽക്കുലേറ്റ്, ഇതാണ് അവരുടെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം സ്പീഡ് ഞാനത് എല്ലാം കൂടെ നമുക്ക് വളരെ നിങ്ങൾക്ക് യൂസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ടൈം എടുത്ത് അത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇട്ട് തരാം. കാരണം നിങ്ങൾക്ക് അത് യൂസ് ഉള്ളതാണ്. കാരണം ഇങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാളും ആ പോയിന്റ്സ് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ഈ ഇതുകൂടെ വീഡിയോ കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് വിത്തിൻ 1 or 2 weeks ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വിത്ത് ദിസ് നമ്മൾ വിൽ ബി കംപ്ലീറ്റിംഗ് വി ആർ കം ടു ദി എൻഡ് ഓഫ് ദി ദീസ് കമ്മിറ്റീസ് ആൻഡ് ഓൾ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നത് ഡ്രഗ് എൻക്വയറി കമ്മിറ്റിയാണ്. നമ്മളത് പറഞ്ഞു. നമ്മളെ ബില്ല് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡ്രഗ് ബില്ല് ആദ്യം കൊണ്ടുവന്നു 1940. അത് പാസ്സായതിനെ ബേസ് ചെയ്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കും. അതിനുശേഷം പ്രസിഡന്റിന്റെ അസെന്റ്, പ്രസിഡന്റിന്റെ കൺസെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നോഡ് എന്നാണ് അതിന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൺസെന്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ദ ബിൽ ബിക്കം ലോ. അങ്ങനെയാണ് ആക്ട് ആയിട്ട് മാറുന്നത്. 1940 ആദ്യം ഡ്രഗ്സ് ആക്ട് ആയിരുന്നു വന്നത്. 1962 കോസ്മെറ്റിക് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിട്ട് മാറുന്നത്. അതിനുശേഷം 2020 കോസ്മെറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് കോസ്മെറ്റിക്സ് റൂൾ ആയിട്ട് മാറി. അപ്പോൾ കോസ്മെറ്റിക്സ് ഇപ്പോൾ ഇല്ല, ഡ്രഗ്സ് ആക്ട് തന്നെ. ഇത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആണ്. ഇത് റൂൾസ്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 വന്നു. അതിലുണ്ടായിരുന്ന കോസ്മെറ്റിക്സ് 2020 ആയപ്പോൾ മാറിയിട്ട് കോസ്മെറ്റിക് റൂൾ സെപ്പറേറ്റ് ആയി, ഡ്രഗ്സ് റൂൾ മാത്രമായിട്ട് അത് മാറി. അപ്പോൾ ഇപ്പോഴും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് തന്നെയാണ് 1940 എന്ന് തന്നെയാണ് പറയുന്നത്. ദിസ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 10th April 1940. 1940 ഏപ്രിൽ 10 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ എല്ലാ പ്രദേശത്തും ദിസ് ഈസ് ആപ്ലിക്കബിൾ. ദാറ്റ് മീൻസ് യൂണിയൻ ടെറിട്ടറിയിലും ദിസ് ഈസ് ആപ്ലിക്കബിൾ. 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്, 28 സ്റ്റേറ്റ് ഉണ്ട്. 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ദിസ് ഈസ് ആപ്ലിക്കബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സെൻട്രൽ ആക്ട് ആണ്. സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്ടും, സെൻട്രൽ ലോയും സ്റ്റേറ്റ് ലോയും ഉണ്ട്. ഞാൻ അത് നേരത്തെ പറഞ്ഞു. സെൻട്രൽ ആക്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും. പാർലമെന്റിലാണ് അത് ബില്ലായിട്ട് പ്രസന്റ് ചെയ്തിട്ട് നിയമമാകുന്നത്. അസെന്റ് കൊടുക്കുന്നത് രാഷ്ട്രപതി, ദാറ്റ് ഈസ് പ്രസിഡന്റ് ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. വൈൽ ഇൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഈ നിയമസഭയിലാണ് ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നത്. ഗവർണറാണ് ഇതിന്റെ അസെന്റ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അത് ആവുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ആക്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ആൾ ഓവർ ഇന്ത്യ, വൈൽ ഇഫ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ആക്ട് ദാറ്റ് ഈസ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓൺലി. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ അത് ഗവൺമെന്റ്. പിന്നെ ഇത് വന്നത് ഇത് എങ്ങനെയാണ്? ഇത് അന്ന് 1940 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിന്റെ സെക്ഷൻ 103. അതിന് നമ്മൾ ഈ ആക്ട് എടുത്ത് നോക്കിയാൽ അതിന് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് അത് പ്രകാരമാണ് വന്നതെന്ന്. അതായത് ഈ സെക്ഷൻ 103 ഞാൻ പറഞ്ഞ ആക്ടിലെല്ലാം വരുന്നത് സെക്ഷൻസ് ആണ്. റൂൾസിൽ റൂളായിട്ട് വരും. പിന്നെ DPCO പ്രൈസ് ഓർഡറിൽ പാര എന്നാണ് വരുന്നത്. പാര 1, പാര 2. ഇതിലാണെങ്കിൽ ആക്ട് 1, ആക്ട് 2 എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ആക്ട് 1 അല്ല, സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് വരും. സബ് സെക്ഷൻസും ഉണ്ട്. ഇപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ B, ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ഡ്രഗ്. സെക്ഷൻ 3B, 3 സെക്ഷൻ, അതിന്റെ സബ്സെക്ഷൻ ആണ് B. 3ന്റെ B, 3ന്റെ A, 3ന്റെ B എന്ന് പറയുന്ന പോലെ. അപ്പോൾ റൂൾസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, ന്യൂമറിക്കൽ നമ്പേഴ്സ് ആണ്. 1, 2, 3 എന്ന് പറഞ്ഞ് റൂൾസ് വരും. റൂളിനും സബ് റൂളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഇതിൽ ഈ ആക്ടിന്റെ സെക്ഷൻ 103, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ സെക്ഷൻ 103 പ്രകാരമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത്. എല്ലാ പ്രോവിൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. സ്റ്റേറ്റിന് പകരം പ്രോവിൻസ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ 103 ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഈ ഫെഡറൽ ലെജിസ്ലേച്ചറും പ്രോവിൻഷ്യൽ ലെജിസ്ലേച്ചറും ഉണ്ട്. പ്രൊവിൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ലെജിസ്ലേഷൻ. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെ ലെജിസ്ലേഷൻ. അന്ന് പറഞ്ഞിരുന്ന പേരാണ്. അപ്പോൾ ഈ
പ്രോവിൻഷ്യലിലുള്ള ലെജിസ്ലേഷന്റെ ലെജിസ്ലേഷൻ ചേംബേഴ്സ് അവര് എല്ലാവരും റെസൊല്യൂഷൻസ് പാസ്സാക്കി. അപ്പോൾ അതിൽ മിനിമം ഇത് റൂളിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ വേറൊരു കാര്യമുണ്ട്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കേട്ടിട്ടുണ്ടാവും. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 7th ഷെഡ്യൂളില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ചെയ്യേണ്ട, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് കാൾഡ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യം. സെൻട്രലിന്റെ ഉത്തരവാദിത്തം, സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെങ്കിൽ സെൻട്രൽ ലിസ്റ്റ്. ഇനി ഇത് രണ്ട് സ്റ്റേറ്റും സെൻട്രലും ചെയ്യേണ്ട ഉത്തരവാദിത്തം, രണ്ടുപേർക്ക് ഉത്തരവാദിത്തം ഉള്ളതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, സ്റ്റേറ്റിന്റെ പരിവിയിൽ വരുന്നതാണ്. പോലീസിംഗ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അതുപോലെ സെൻട്രലിൽ വരുന്നത് ഏതാണ്? സെൻട്രൽ ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. സബ്ജക്ട്സ് വിച്ച് ആർ ഫോറിൻ അഫയേഴ്സ്, മിലിറ്ററി, പിന്നെ ആംഡ് ഫോഴ്സ്, ഡിഫൻസ്, റെയിൽവേ, ഇതെല്ലാം സെൻട്രലിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്. ഇപ്പൊ ഫോറസ്റ്റ് നിങ്ങൾക്കറിയാം, ഇപ്പം അനിമൽസ്, വൈൽഡ് അനിമൽസ് പുറത്തേക്ക് വന്നപ്പം വലിയ ഇഷ്യൂ വന്നു. കേരള ഗവൺമെന്റിന് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെന്റും അതിന്. ഇറ്റ്സ് എ കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതാണ്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ഈവൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺകറന്റ് ലിസ്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റിനും അതിന് ഡയറക്റ്റ് ലെജിസ്ലേഷൻ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഞാൻ ഇത് പറഞ്ഞതിന്റെ സാങ്കത്യം എന്താന്ന് പറഞ്ഞാല്, ഇതില് ഈ ലെജിസ്ലേറ്റീവ് പ്രോവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് പോലെ പഴയ 1940 പ്രോവിൻഷ്യൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ രണ്ടോ അതിലധികമോ പ്രോവിൻസിലുള്ള അതിന്റെ അതോറിറ്റീസ് ഫെഡറൽ ഗവൺമെന്റിനെ അറിയിക്കുകയാണെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ഡിസിഷൻ എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ഈ പ്രോവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു ഈ ഡ്രഗിന്റെ കൺട്രോൾ ഓഫ് ദീസ് ലെജിസ്ലേഷൻ റിലേറ്റിംഗ് ടു ഡ്രഗ് എന്ന് പറയുന്നത് പ്രോവിൻഷ്യൽ ലിസ്റ്റിലുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടല്ല ഒരുപാട് പ്രോവിൻസിലുള്ളവര് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു, ഇത് നമുക്കൊരു നിയമം വേണമെന്ന്. അങ്ങനെയാണ് ഫെഡറൽ ഗവൺമെന്റ് ഇതൊരു നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഏത് നിയമം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ സെക്ഷൻ 103 പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോ പ്രൊവിൻഷ്യൽ, ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ള ഐറ്റം ആയിരുന്നു, പ്രൊവിൻഷ്യൽ ഇതായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിലുള്ള കാര്യമായതുകൊണ്ട് രണ്ടിലധികം പ്രോവിൻസിലുള്ള ആൾക്കാർ അത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ ദി ഫെഡറൽ ഗവൺമെന്റ്. അങ്ങനെയാണ് അത് അന്ന് നിയമത്തിലൂടെ വന്നത്. ഓക്കെ, അന്ന് ബ്രിട്ടീഷ് ഇതിന് അസെന്റ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ്, അന്നത്തെ പാർലമെന്റിൽ വന്നു, ഇത് ഫെഡറൽ ലെജിസ്ലേഷൻ ഫെഡറൽ ഗവൺമെന്റിൽ വന്നു. അത് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അദ്ദേഹമാണ് അപ്രൂവൽ കൊടുത്തതാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയിലുണ്ടായിരുന്ന ആളാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു തന്നെയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 38 സെക്ഷൻസ് ആണ് ഉള്ളത്. 38 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സ് വളരെ ഞാനിപ്പോൾ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചാപ്റ്റർ എന്ന് പറയുന്ന പോലെ അല്ല, ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ചാപ്റ്റേഴ്സ് പറയുന്നത്. 5 ചാപ്റ്റർ ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ നത്തിങ് ബട്ട് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനേഷൻ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് DTL, CDL, DTAB, DCC, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ആൻഡ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. 3 കാര്യത്തിന്റെ പറ്റി പറയുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്, ഇമ്പോർട്ടിനെ പറ്റി പറയുന്നതാണ്. ഇമ്പോർട്ട് ഈസ് ടോട്ടലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ദാറ്റ് ഈസ് CDSU ആണ് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ചാപ്റ്റർ. അപ്പോൾ 3 ചാപ്റ്ററും വളരെ നമ്മുടെ റെഗുലേറ്ററി മെഷേഴ്സിൽ നോക്കുകയാണെങ്കിൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. തേർഡ് ചാപ്റ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അത് നമുക്ക് ഉണ്ട് ചാപ്റ്ററിൽ, അത് നോക്കാം. ഫോർത്ത് ചാപ്റ്റർ മാനുഫാക്ചർ, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് ചാപ്റ്റർ അതാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ 4A ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സ്. യുനാനി ഡ്രഗ്സ്, സിദ്ധ, അതിന്റെ മാനുഫാക്ചറിങ്, സെയിൽ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ചാപ്റ്റർ 4A. 5 എന്ന് പറയുന്നത് അതിന്റെ ഇത്
ഒഫൻസസ് ബൈ കമ്പനീസ്, ഒഫൻസസ് ബൈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതിനെ പറ്റിയൊക്കെ പറയുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ്. സ്പെഷ്യൽ കോർട്ട് അതൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇനി ഇതില് ഇത് ദിസ് ആക്ട് വാസ് കം അറ്റ് വൺസ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് വന്നു. കുറച്ച് ഭാഗം ആദ്യം വന്നു, കുറച്ച് ഭാഗം ആദ്യം എഫക്റ്റ് ആയി, പിന്നെ അതിനുശേഷം അങ്ങനെയല്ല. ഇറ്റ് കെയിം അറ്റ് വൺസ് ആൻഡ് ഈസ് ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ ഞാൻ പറഞ്ഞു. ബട്ട് ഗവൺമെന്റ് ചാപ്റ്റർ 3 and 4 അതിന് തന്നെ പറയുന്നുണ്ട്, ദിസ് ചാപ്റ്റർ വിൽ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺലി വെൻ ദ ഗവൺമെന്റ് വിൽ മേക്ക് എ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന തീയതി മുതലാണ് ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 3യും ആക്റ്റീവ് ആകുന്നത്, അതിന് പ്രാബല്യത്തിലാകുന്നത്, എഫക്റ്റീവ് ആകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ചാപ്റ്റർ വെച്ചാണ് ഇതിന് ഇംപ്ലിമെന്റേഷൻ വരുന്നത്. അതുകൊണ്ട് ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ 3 എന്ന് പറയുന്ന ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് എഫക്റ്റിൽ വന്നത് ഇറ്റ് ഇസ് ബൈ എ നോട്ടിഫിക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൾ ഓവർ ഇന്ത്യ, ദാറ്റ് ഈസ് വാലിഡ് ആണ്. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 1447 1947 വന്ന നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ വഴി ഇമ്പോർട്ടിനെ ടോട്ടലായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. വിത്ത് ദാറ്റ് ഗസറ്റ് import will be under the control of government, and this rule is applicable with effect from 1447. ഇനി ചാപ്റ്റർ 4 അതിലും പറയുന്നുണ്ട്, ഈച്ച് സ്റ്റേറ്റ് ഷാൽ ഹാവ് ദ കപ്പാസിറ്റി ടു ഫിക്സ് ദെയർ ഡേറ്റ് അക്കോർഡിംഗ് ടു ദെയർ വിഷ്. അവർക്ക് എപ്പോഴാണോ ആവശ്യം ആ തീയതിയിൽ അതത് സ്റ്റേറ്റിന് നോട്ടിഫിക്കേഷൻ ഇറക്കാം. അക്കോർഡിംഗ്ലി കേരള സ്റ്റേറ്റിൽ ഇത് വന്ന നോട്ടിഫിക്കേഷനാണ് 24/11/1953. ട്രാവൻകൂർ കൊച്ചിൻ ഗസറ്റ് ആണ്. അതിൻ്റെ ഉണ്ട്, അത് വളരെ ഭംഗിയ ഒരു കോപ്പിയാണ്, ഞാനതൊക്കെ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതാണ് 24/11/1953. അതിൽ പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 4 ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഈസ് എഫക്റ്റീവ് വിത്ത് എഫക്ട് ഫ്രം ഈ ഡേറ്റ് ഇൻ ദി എസ്റ്റ് വൈൽ ട്രാവൻകൂർ കൊച്ചിൻ. അന്ന് എനിക്ക് തോന്നുന്നു മലബാറൊക്കെ മദ്രാസ് സ്റ്റേറ്റിന്റെ കീഴിലായിരുന്നു. അപ്പൊ അതിന് പ്രത്യേക ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ഡേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കിട്ടുമെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ട്രാവൻകൂർ കൊച്ചിൻ അത് പറഞ്ഞാൽ അങ്ങറ്റം വരെ എറണാകുളം വരെ ഉള്ളതിന് വാലിഡ് ആണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അപ്പൊ അതിന്റെ ബേസ് ഇതാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആക്ട് വെച്ചിട്ടാണ് വന്നത്. അതിനുശേഷം ഓരോ ചാപ്റ്ററും പ്രാബല്യത്താകുന്നത് ഓരോ നോട്ടിഫിക്കേഷൻ വഴിയാണ്. 38 സെക്ഷനുണ്ട്, ചാപ്റ്ററുകളും പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ നിങ്ങൾ ആക്ട് എനിക്ക് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതാണ് വലിയ ആക്ട്. ഇതില് മൊത്തത്തില് എല്ലാം ഉണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കാമെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ ഇതായിട്ട് ഉണ്ട്, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ അല്ല ഇത്. അപ്പൊ അതില് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസിൽ ഇത് ചോദിക്കുന്ന രീതിയും 2-3 ഒബ്ജക്റ്റീവും കൂടെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. അപ്പൊ അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ചതാണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് മെഡിസിൻസ് ഇന്റൻഡഡ് ഫോർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസ് രണ്ടും വരുന്നുണ്ട്. ഫോർ ദി ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, മിറ്റിഗേഷൻ, പ്രിവെൻഷൻ ഓഫ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. അനിമലും ഹ്യൂമനും ആയിട്ടുള്ളതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇതില് ആയുർവേദ ആൻഡ് സിദ്ധ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ ഇത് എന്താണ് ഡ്രഗ് എന്ന് അതിൽ പറഞ്ഞു. ആയുർവേദ സിദ്ധ ഡ്രഗ്സ് ആർ ദോസ് ഡ്രഗ്സ് വിച്ച് ആർ സ്പെസിഫൈഡ് ഇൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് DNC. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റാൻഡേർഡ്, അതായത് ഞാൻ പറഞ്ഞു സഹസ്രയോഗം, മറ്റേ അഷ്ടാംഗ ഹൃദയം എന്നൊക്കെ പറഞ്ഞ ബുക്കുകളുണ്ട്. ആ ബുക്കുകളിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്ന ദോസ് ഡ്രഗ്സ് ആർ കാൾഡ് ആയുർവേദ, സിദ്ധ ആൻഡ് യുനാനി. യുനാനിക്ക് പ്രത്യേക ബുക്ക് പറയുന്നുണ്ട്. ഷെഡ്യൂൾ 1 തന്നെ B ആണ്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ അതാണ് ആയുർവേദിക് ഡ്രഗ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്മെറ്റിക്സ്. ഇതെല്ലാം സെക്ഷൻ 3 ഇതെല്ലാം പറയുന്നത്. സെക്ഷൻ 3B, തിരിയുടെ സെക്ഷൻ സബ്സെക്ഷൻ B ആണ് കോസ്മെറ്റിക് എന്ന് പറഞ്ഞത്. അപ്പൊ കോസ്മെറ്റിക്കും ഡെഫിനിഷനൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പൊ അതിന്റെ ആ കൺസെപ്റ്റ് മാത്രം, അതുകൊണ്ടാണ് ഞാൻ ആ ടേം അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൽ പറഞ്ഞിരുന്ന പോയിന്റ്സ് മാത്രം അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ 3 കാര്യങ്ങളാണ്
ഒരു കോസ്മെറ്റിക് ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് വേണം. ഒന്ന്, that should be having a beautifying purpose. ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പർപ്പസ് അതിനുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലെൻസിങ് പർപ്പസ്. ഏതെങ്കിലും ഒന്ന് മതി, ഇതെല്ലാം വേണമെന്നല്ല. 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കോസ്മെറ്റിക്. അത് നിങ്ങൾ ഓർത്താൽ മതി. If it is having the particular product is having a cleansing action, it is coming under cosmetic. If it is having beautifying action, it is a cosmetic. And third one, if it promote attractiveness or alter appearance, that also comes under cosmetic. ഇനി അത് എന്താ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്താണ് കോസ്മെറ്റിക് ഈ ഭാഗം, അപ്പൊ അത് ചോദിക്കാനും ചാൻസ് ഉള്ള കാര്യമാണ്. പിന്നെ അതിന് പറയുന്നത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുമായിട്ട് ഡെഫിനിഷനിൽ വരുന്ന കാര്യമാണ്. ഒന്ന്, റബ് ചെയ്യാം, അതിന് പുരട്ടുക. പിന്നെ പോർ ചെയ്യാം, ഒഴിക്കുക. സ്പ്രിങ്കിൾ, വളരെ പതിയ, ഇപ്പം വളരെ മഴയൊക്കെ വളരെ സ്പ്രിങ്കിൾ ചെയ്യുക, മഞ്ഞ് ഇങ്ങനെ എന്ന് പറയുന്നത്, അതാണ് സ്പ്രിങ്കിൾ എന്ന വേർഡ്. വളരെ പതിയെ ചെയ്യുക, സ്മൂത്ത് ആയിട്ട്, വളരെ ജെന്റിലായിട്ട് വീഴുക എന്നുള്ളതാണ്. സ്പ്രൈഡ് ഓൺ ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹ്യൂമൻ ബോഡി, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ഹ്യൂമൻ ബോഡിയിൽ ഇക്കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന 3 പർപ്പസിന് ആവശ്യമായ കാര്യം: ബ്യൂട്ടിഫൈയിങ്, ക്ലെൻസിങ് ആൻഡ് പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് ഓർ ആൾട്ടറിങ് അപ്പിയറൻസ്. ആൾട്ടറിങ് അപ്പിയറൻസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇനി അതിന്റെ എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾസ് എല്ലാം കോസ്മെറ്റിക് നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ് കോസ്മെറ്റിക്, അതിന്റെ പേരും ഒക്കെ അറിയാം. അപ്പൊ കോസ്മെറ്റിക്സിൽ പ്രധാനമായിട്ട് വരുന്നത് ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, പെർഫ്യൂംസ്, ഹെയർ കളേഴ്സ്, മസ്കാര, പിന്നെ ഐ ഷാഡോ, ഐ ലൈനർ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതില് 3-4 കാര്യങ്ങൾ, ഇതിനെ 3 തരത്തിലാണ് പ്രധാനമായിട്ടും 3-4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം നമുക്ക്. ഒന്ന്, ബൈ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ടു ഹെയർ, അതൊരു കാറ്റഗറി. സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ടു സ്കിൻ. പിന്നെ ഐയിലാണെങ്കിൽ അതൊരെണ്ണം. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിന്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ. അതിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ ബ്യൂട്ടിഫൈയിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, ഇപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ, ഹെയർ ഡൈസ്, കളറിങ് ഏജൻസ്, ഹെയർ കളേഴ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് ബ്യൂട്ടിഫൈയിങ് പർപ്പസ് ആണ്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോൾ സൺസ്ക്രീൻ, ലോഷൻ, പിന്നെ അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീം, ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ആയിട്ടാണ്. മൂന്നാമത്തത് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീനാണ് നമ്മുടെ മൗത്ത് വാഷ്, ടൂത്ത് പേസ്റ്റ്, അതൊക്കെ വരുന്നത്. നാലാമത്തെ ഫ്രാഗ്രൻസ്, പിന്നെ പെർഫ്യൂംസ്, അതൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ 4ആയിട്ട് അത് ഫംഗ്ഷനെ ബേസ് ചെയ്തെടുത്തിരിക്കാം. ഇനി അതിന്റെ ഐ മീൻ ഫിസിക്കൽ ഫോമിനെ ബേസ് ചെയ്തിട്ട്, ഫിസിക്കൽ ഫോം ലൈക്ക് പൗഡേഴ്സ് ഉണ്ടാവും, ക്രീംസ് ഉണ്ട്, സൊല്യൂഷൻസ്, എയറോസോള്, സോപ്സ്, സസ്പെൻഷൻ. പിന്നെ വേറൊന്നുകൂടെ വരുന്നുണ്ട്, സ്റ്റിക്സ് എന്ന് പറയും. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ സോളിഡ് അപ്പോൺ റൂം ടെമ്പറേച്ചർ, മെൽറ്റ് അപ്പോൺ ആപ്ലിക്കേഷൻ. ഏതാണ്? നമ്മുടെ ലിപ്സ്റ്റിക്ക്, അത് സ്റ്റിക്കായിട്ടാണ് വരുന്നത്. അത് ആ ഒരു ഇതാണ്, അതിനാണ് അത് പ്രത്യേക വരും. അപ്പൊ ഇങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫൈങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ക്ലെൻസിങ് എന്ന് പറഞ്ഞാലും അറിയാം, ക്ലെൻസിങ്. ഇനി എന്താണ് ആൾട്ടറിങ് അപ്പിയറൻസ്? ആൾട്ടറിങ് അപ്പിയറൻസിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഐ ലാഷസ്, മസ്കാര, പിന്നെ ഐ ലൈനർ, ഇതൊക്കെ ഒരു, പിന്നെ എന്താ പറയുക, നമ്മുടെ ഇതുണ്ടല്ലോ ഫൗണ്ടേഷൻ ക്രീംസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എൻ്റെ പേര് എന്താണ്, നമ്മുടെ ഈ കവിളില് റെഡ് കളറിൽ വരാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾട്ടറിങ്. അപ്പൊ ഇപ്പൊ ഒരു മാരേജിന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കാണുന്ന എല്ലാവരും നമ്മൾ നേരത്തെ കണ്ട രീതിക്ക് ആയിരിക്കില്ല. ദേ വിൽ ആൾട്ടേർഡ് ദെയർ അപ്പിയറൻസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അവരുടെ അപ്പിയറൻസ് എല്ലാം മാറിയിട്ടുണ്ട്. എങ്ങനെയാ മാറിയത്? ബൈ മീൻസ് ഓഫ് കോസ്മെറ്റിക്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ അതിനുപയോഗിക്കുന്ന ആൾട്ടറിങ് അപ്പിയറൻസിന് ഉപയോഗിക്കുന്നതെല്ലാം കോസ്മെറ്റിക് ആണ്. പിന്നെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്, ഇപ്പൊ കളറിങ്, ഇപ്പൊ ഹെയർ കളർ ചെയ്യുന്നു, എന്തെങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ടോ? ഒന്നുമില്ല, ഓൺലി ഫോർ ബ്യൂട്ടിഫിക്കേഷൻ. ദെൻ ഇറ്റ് കംസ് അണ്ടർ കോസ്മെറ്റിക്. ക്ലെൻസിങ് ആക്ഷൻ, ഇപ്പം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മൗത്ത് വാഷ്, അത് നമ്മൾ മൗത്ത് വാഷ് മെഡിക്കേറ്റഡ് ഉണ്ട്, അല്ലാത്ത മെഡിക്കേറ്റഡ് അല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത മൗത്ത് വാഷ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഫോർ ക്ലീനിങ് പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 3 പർപ്പസ് ആണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ കോസ്മെറ്റിക്.
ക്ലാരിറ്റി ആയെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ക്വാളിറ്റി എന്തായിരിക്കണം? ഇതൊന്നും ഇതിൽ വരുന്നതല്ല, നമുക്ക് ജനറലായിട്ടാണ് ഞാൻ ഇത് ഇനിയും നിങ്ങൾക്ക് യൂസ് ഉള്ളത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പിന്നെ ക്വാളിറ്റീസ് ഓഫ് കോസ്മെറ്റിക്കിൽ 3 കാര്യമാണ്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി സേഫ് ടു ഹ്യൂമൻ ബോഡി. നമ്മൾ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല, ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ മറ്റു അത്തരം അൺടുവേർഡ് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇറ്റ് ഈസ് സേഫ്റ്റി. രണ്ടാമത് എഫക്റ്റീവ്നെസ്. ഇപ്പോൾ സൺസ്ക്രീൻ ലോഷൻ അത് പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയുന്നു, അത് ആ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ അതിനുണ്ടായിരിക്കണം, എങ്കിൽ അതാണ് ദാറ്റ് ഇസ് കാൾഡ് എഫക്റ്റീവ്നെസ്. 3, ക്വാളിറ്റി. ഇതിന്റെ ക്വാളിറ്റി പാരാമീറ്റർ എന്താണ്? ദാറ്റ് ഇസ് ഹൈയസ്റ്റ് സ്റ്റാൻഡേർഡ്. നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തന്നെയാണ് എല്ലാ കോസ്മെറ്റിക്കിനും പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യും. 3 കാര്യങ്ങളാണ് ഒരു കോസ്മെറ്റിക്കിന് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മനസ്സിലാക്കാൻ. അപ്പോൾ കാജൽ, പെൻസില്, ഐലൈനർ, മസ്കാര, ഐ ഷാഡോ ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചോദിക്കാം ഇതൊക്കെ ഏതാണെന്ന്. ഇനി ഒരു കാര്യം കൂടെ ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അപ്പോൾ എ കോസ്മെറ്റിക് ക്യാൻ ബി കോസ്മസ്യൂട്ടിക്കൽ എന്ന് പറയും, സോറി കോസ്മസ്യൂട്ടിക്കൽ. അതായത് കോസ്മെറ്റിക് പർപ്പസും ഉണ്ടാകും, മെഡിക്കൽ പർപ്പസും ഉള്ളതിനാണ് കോസ്മെസ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, മെഡിക്കേറ്റഡ് സോപ്പ്, വെദർ ഇറ്റ് ഈസ് എ കോസ്മെറ്റിക് ഓർ ഡ്രഗ് എന്ന് ചോദിച്ചാൽ, മെഡിക്കേറ്റഡ് സോപ്പിന് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കീറ്റോ എന്ന് പറഞ്ഞൊരു സോപ്പുണ്ട്, കീറ്റോ കോണസോൾ സോപ്പ്. അത് ആന്റി ഫംഗലാണ് കീറ്റോ കോണസോൾ. പിന്നെ വരുന്നതാണ് മെഡിസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു സോപ്പ്, കോമൺ ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് GSK, ഇത് ഗ്ലാക്സോഡ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഏതൊരു ബ്രാൻഡാണ് കീറ്റോ. മെഡിസോഫ്റ്റ് എന്ന് പറയുന്നത് സെട്രിമൈഡ്, വൈറ്റമിൻ ഇ അസറ്റേറ്റ്, ഗ്ലിസറിൻ, ആന്റി ബാക്ടീരിയൽ സോപ്പ് വിത്ത് വൈറ്റമിൻ ഇ എന്നാണ് വരിക. അപ്പോൾ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. നേരത്തെ പറഞ്ഞ കീറ്റോ കോണസോളിന് ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ മെഡിക്കേറ്റഡ് കണ്ടീഷന് ഉപയോഗിക്കുന്ന മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മെഡിക്കൽ കണ്ടീഷന് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് ദീസ് ആർ കാൾഡ് മെഡിക്കേറ്റഡ് സോപ്സ്. ദീസ് ഈസ് അതർവൈസ് കാൾഡ് ഡ്രഗ്. മെഡിക്കേറ്റഡ് സോപ്സ് ആർ ഡ്രഗ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ദീസ് മെഡിക്കേറ്റഡ് സോപ്സ് നീഡ് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. ഡ്രഗിന്റെ മാനുഫാക്ചർ ലൈസൻസ് വേണം. കോസ്മെറ്റിക് മാനുഫാക്ചർ ലൈസൻസ് കൊണ്ട് മാനുഫാക്ചർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ, ഇത് ഒക്കെ ഒബ്ജക്റ്റീവിന് ചോദിക്കാന്നുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഷാംപൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പർപ്പസ് എന്ന് പറയുന്നത്? നമ്മൾ ഹെയർ വാഷ് ചെയ്യുക, നമ്മുടെ സ്കാൽപ്പ് ഒക്കെ വാഷ് ചെയ്യുക എന്നുള്ള പർപ്പസേ ഉള്ളൂ. ക്ലെൻസിങ് പർപ്പസ് ആണ് ഷാംപൂവിനുള്ളത്. ബട്ട് മെഡിക്കേറ്റഡ് ഷാംപൂസ് ആർ അവൈലബിൾ. അതിന്റെ ഇൻഗ്രീഡിയന്റ് വരുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സെലനിയം സൾഫൈഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കേറ്റഡ് ഷാംപൂസ് ആർ ഡ്രഗ്. മെഡിക്കേറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് എ ഡ്രഗ്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് സാധാരണ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഫ്ലൂറൈഡും പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഞാൻ പറയാം. അതിൽ ട്രൈക്ലോസൻ, പിന്നെ ഫ്ലൂറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, ഇതൊക്കെ അതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീസ് ആർ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ്. ഇപ്പോൾ ജിഞ്ചിവൈറ്റിസ്, ക്യാവിറ്റി ഉണ്ടാവാതിരിക്കുക, ക്യാവിറ്റി പ്രിവെൻഷൻ, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലൂറൈഡ് ക്യാവിറ്റി പ്രിവെൻഷൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി, ഇപ്പോൾ പല്ല് പൊളിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൻസിറ്റിവിറ്റിക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഓട്ടോമാറ്റിക്കലി ഇറ്റ് കൺവേർട്സ് ആസ് എ ഡ്രഗ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കോസ്മെറ്റിക് തന്നെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ കോസ്മെറ്റിക് അല്ല, അതിലെ ഇൻഗ്രീഡിയന്റ് മാറുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഡ്രഗ്. അങ്ങനെ വരുമ്പോൾ ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ് ഇതിന് വേണം എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ് നമ്മുടെ സെൻസോഡൈൻ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഫോർ സെൻസിറ്റിവിറ്റി ടീത്ത് ആൻഡ് ക്യാവിറ്റി പ്രിക്കോഷൻ, ക്യാവിറ്റി പ്രിവെൻഷൻ അതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് ഇറ്റ്സ് എ ഡ്രഗ് ആണ്, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ആസ് എ ഡ്രഗ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, MFG ലൈസൻസ് നമ്പർ എന്നായിരിക്കും അതിൽ കാണുന്നത്. COS അല്ല, MFG ലൈസൻസ് നമ്പർ ആയിരിക്കും. മാനുഫാക്ചർ ലൈസൻസ് വേണം അതിന്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഏത് കാര്യമാണെങ്കിലും മെഡിക്കേറ്റഡ് തന്നെ ആകാം ഇത്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ കോസ്മെറ്റിക്. 3 പർപ്പസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കോസ്മെറ്റിക്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് സെക്ഷൻ 3B. ഇതിപ്പോ 3A ആണ് ഞാൻ പറഞ്ഞത്. 3B എന്ന് പറയുന്നതാണ് ഡ്രഗ്. ആൾ മെഡിസിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾ മെഡിസിൻസ് ഫോർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഓർ ആനിമൽസ്
രണ്ടും അനിമൽസും ഹ്യൂമനും ഉപയോഗിക്കുന്നതും ഡ്രഗാണ്. മെഡിസിൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെഡിസിൻസ് എന്ന് പറയുമ്പം എന്താണ് അതിൽ മീൻ ചെയ്യുന്നത്? മെഡിസിൻസ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ടേമാണ്. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ടേം. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് പർപ്പസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ അൾട്ടിമേറ്റ്. ഒരു തെറാപ്യൂട്ടിക് പർപ്പസ് ഉള്ള കെമിക്കൽ ആണെങ്കിൽ ദാറ്റ് ഈസ് എ മെഡിസിൻ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഡ്രഗ് എന്ന് പറയുമ്പോൾ തെറാപ്യൂട്ടിക് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. ഇപ്പൊ വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ് ഞാൻ തെറാപ്യൂട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നിക്കോട്ടിൻ, അതിന് നമുക്ക് അതിന്റെ കെമിക്കൽ വരുന്നത് നിക്കോട്ടാൻ IP എന്ന് പറയുന്ന ഒരു നിക്കോട്ടിനാണ് കെമിക്കൽ. ഈ നിക്കോട്ടിൻ ഇപ്പൊ മരുന്നായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പം എന്താ പറയുന്ന ഒരു ബബിൾക്കം പോലെ ഒരു സാധനമുണ്ട്. നിക്കോട്ടിൻ 2 mg ഉണ്ട്, 4 mg അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് ഡ്രഗായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു മെഡിസിൻ ആണോ എന്ന് ചോദിച്ചാൽ വെദർ ഇറ്റ് ഇസ് എ മെഡിസിൻ? നോ, ഇറ്റ് ഈസ് നോട്ട് എ മെഡിസിൻ. ഇറ്റ് ഈസ് അത് ഈ എന്താ പറയുന്നത് സ്മോക്കിങ് സെസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊരു മെഡിസിനായിട്ട് നമ്മൾ ഡ്രഗിന്റെ കാറ്റഗറി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡ്രഗ് എന്ന് പറയുമ്പോൾ ബ്രോഡർ ആയിട്ടുള്ള ടേമാണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ തെറാപ്യൂട്ടിക് പർപ്പസ് ഉണ്ടാക്കുന്നതാണ് മെഡിസിൻ എന്ന് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡ്രഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് എലിസിറ്റ് ഫിസിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ എഫക്ട്. ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ടാക്കുന്ന കെമിക്കൽ ഇസ് എ ഡ്രഗ് എന്നാണ് ഇതിന്റെ ഡെഫിനിഷനിൽ ഞാൻ പറയുന്നത്. ആത്യന്തികമായിട്ടുള്ള അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കെമിക്കലും ഒരു എഫക്ട് ഉണ്ടാക്കുമല്ലോ. അപ്പൊ ആ എഫക്ട്, ഇഫ് ദാറ്റ് എഫക്ട് ഈസ് ദാറ്റ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട് ഈസ് തെറാപ്യൂട്ടിക്, ദെൻ ഇറ്റ് ഈസ് എ മെഡിസിൻ. അപ്പൊ അതാണ് ആ ഡിഫറൻസ്. അതാണ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ LSD, പിന്നെ നമ്മുടെ MDMA ഒക്കെ US-ലെ MDMA പറ്റി റിസർച്ച് നടത്തിയിട്ടുണ്ട്. അവര് അതിന്റെ കണ്ടീഷൻ, റിസർച്ച് കണ്ടീഷൻ GAD, ദാറ്റ് ഈസ് എ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അതിന് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രഗായിട്ട് അവർ നോട്ടിഫൈ ചെയ്തില്ല. ഇന്ത്യയിൽ ഇല്ലീഗലാണ്, ഇന്ത്യയിൽ ബാൻഡാണ്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. ഒരു IP-യിലും അത് ആയിട്ടില്ല. അവര് അതിപ്പം അതൊരു FDA പെർമിഷൻ കൊടുക്കാൻ പോവുക. അപ്പൊ അത് ഒരു കെമിക്കലാണ്. അതൊരു മെഡിസിൻ ആണെന്നോ ഡ്രഗ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട് ഇതിലെന്ന് ഓർക്കുക. അതാണ് ഈ മെഡിസിൻ എന്ന് നമ്മൾ പറഞ്ഞ ആ ഡെഫിനിഷനിൽ അത് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും മെഡിസിൻ എന്നും എല്ലാം മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ഡ്രഗ് എന്ന് വിചാരിക്കും. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ആൾ മെഡിസിൻസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ യൂസ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദി ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നതും മരുന്നാണ്, ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് മരുന്നാണ്, പ്രിവെൻഷൻ ഉപയോഗിക്കുന്നത്, അതിനെ പ്രിവെന്റ് ചെയ്യുന്നത് മരുന്നാണ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും കൺഫ്യൂഷൻ ആവും. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്നാണ് മീനിങ്. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ പെയിൻ കില്ലേഴ്സ്, അപ്പോൾ ആസ്പിരിനോ പാരസെറ്റമോളോ ആണെങ്കിൽ പെയിനിനെ ആസ്പിരിൻ ആണെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് അതിനെ പെയിനെ റെഡ്യൂസ് ചെയ്യുകയാണ്. പ്രോസ്റ്റഗ്ലാൻഡിന്റെ റിലീസിനെ പ്രിവെന്റ് ചെയ്തിട്ട് പെയിനെ കുറയ്ക്കുക, ലഘൂകരിക്കുകയാണ്. അല്ലാതെ വേറെ വലിയ ഒന്നും. അപ്പൊ ദാറ്റ് ഈസ് എ മിറ്റിഗേഷൻ ആക്ട് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് മിറ്റിഗേറ്റ്സ് ദ പെയിൻ എന്ന് നമുക്ക് പറയാം. അതിനെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പൊ അതാണ് ദാറ്റ് ഈസ് എ മിറ്റിഗേഷൻ. മിറ്റിഗേറ്റ് ചെയ്യുന്നതും ഇറ്റ് ഈസ് എ ഡ്രഗ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ്. ഓരോ വാക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടേമില്. അപ്പൊ പിന്നെ അപ്ലൈഡ് ഓൺ ദ ബോഡി ഫോർ റിപ്പല്ലിംഗ് ഇൻസെക്ട് ഇൻക്ലൂഡിങ് മസ്കിറ്റോയെ റിപ്പൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസ്കിറ്റോ റിപ്പല്ലൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല കുറച്ച് കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ ഈ മസ്കിറ്റോ റിപ്പല്ലന്റ് ആയിട്ട് വരുന്ന കുറച്ച് കെമിക്കൽസ് ആണ്. അതിൽ തന്നെ ഹെർബൽ കെമിക്കൽസ് ഉണ്ട്, അല്ലാതെയുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് എല്ലാം ചിലതൊക്കെ IP-യിൽ വരുന്നതാണ്. അങ്ങനെ IP-യിൽ വരുന്നതാണെങ്കിൽ ദെർ ഇസ് എ റിപ്പല്ലന്റ്, ഐ മീൻ ഇൻസെക്ട് റിപ്പല്ലന്റ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് വലിയ ഇതുള്ളതല്ല. ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല, അതിന്റെ എവിടെയോ എഴുതി വച്ചിരുന്നു. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ അത് ദാറ്റ് ഇസ് 4 പാർട്ടായിട്ട് ഡ്രഗിനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മെഡിസിനും അനിമൽസിനും ഹ്യൂമൻസിനും ഉപയോഗിക്കുന്ന മെഡിസിൻ ആയിരിക്കണം. ദാറ്റ് വിൽ ഉപയോഗിക്കുന്ന ആകാം പ്രിവെന്റ്, മിറ്റിഗേറ്റ് ഓർ ഫോർ എന്തൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്? ഡയഗ്നോസിസിന്, പിന്നെ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, മിറ്റിഗേഷൻ ഓർ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ഓർ എയിൽമെന്റ്.
അപ്പോൾ റെഡ്യൂസ് ചെയ്താലും ഒരു കണ്ടീഷനെ റെഡ്യൂസ് ചെയ്താലും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണമെന്നില്ല, മിറ്റിഗേറ്റ് ചെയ്താലും ദറ്റ് ഇസ് എ ഡ്രഗ്. ഇതാണ് അതിന്റെ മീനിങ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സച്ച് സബ്സ്റ്റൻസസ് അതർ ദാൻ ഫുഡ് ഒഴികെ ബാക്കിയെല്ലാം ഇതിൽ വരുന്നുണ്ട്. വിച്ച് വിൽ അഫക്ട് ദി സ്ട്രക്ചർ ഓർ എനി ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി intended to be used for the destruction of vermin or insect. ആന്തൽമെന്റിക്കെല്ലാം ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെയുള്ളത് ഒഫീഷ്യൽ ഗസറ്റിൽ ഗവൺമെന്റിനെ നോട്ടിഫൈ ചെയ്യാം. ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യും, ഇതിനെ ഡ്രഗ് ആയിട്ട് നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഗവൺമെന്റിന് ഇറക്കാനുള്ള പവേഴ്സ് ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ആൾസോ വിൽ കം അണ്ടർ ദിസ് ഡെഫിനിഷൻ. മൂന്നാമത്തെ പോയിന്റ്, ആൾ സബ്സ്റ്റൻസസ് ഇന്റൻഡഡ് ഫോർ ദി യൂസ് ഓഫ് കമ്പണൻസ് ഓഫ് ഡ്രഗ് ഇൻക്ലൂഡിങ് empty gelatin capsule. അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു. empty gelatin capsule shell itself is a drug എന്ന് പറഞ്ഞ് നമ്മുടെ ഹോണറബിൾ കേരള ഹൈക്കോടതിന്റെ ഒരു വിധിയുണ്ട്, വന്നിട്ടുണ്ട്. കാരണം അത് ഡയറ്ററി ആയിട്ട് മാർക്കറ്റ് ചെയ്തതിന് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വന്ന വിധിയാണ്. നാലാമത്തത് ഇപ്പം ഏകദേശം ഒഴിവായി. സച്ച് ഡിവൈസസ് ഇന്റൻഡഡ് ഫോർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസ് ഫോർ ദി മിറ്റിഗേഷൻ. ഡിവൈസസും ഇതിൽ പറയുന്നുണ്ട്. ഡിവൈസസ് ഇപ്പോൾ സെപ്പറേറ്റ് മെഡിക്കൽ ഡിവൈസസ് വന്നു 2017, അതുകൊണ്ട് അത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, മിറ്റിഗേഷൻ പ്രിവെൻഷൻ ഉപയോഗിക്കുന്നതും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അനിമൽ യൂസും വരുന്നുണ്ട്, ഹ്യൂമൻ യൂസും വരുന്നുണ്ട്. ഇതെല്ലാം ഡ്രഗാണ്. ഇനി 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതുകൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ 2 പോയിന്റും ക്ലാരിറ്റി ആകും. ഞാനത് ഇവിടെ പ്രിപ്പയർ ചെയ്തതാണ്, ഇതിലുള്ള നിങ്ങൾക്ക് ചോദിച്ചതല്ല. ഒന്ന്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് not been classified as cosmetic according to the function. താഴെ പറയുന്നതിൽ which one of the following is not been classified as cosmetic? കോസ്മെറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സൺസ്ക്രീൻ ലോഷൻ, സെക്കൻഡ് വൺ ലിപ്സ്റ്റിക്ക്, 3 ഷാംപൂ ഫോർ ക്ലീനിങ് സ്കാൽപ്പ്, 4 മെഡിക്കേറ്റഡ് ഓയിൻമെന്റ് ഫോർ റാഷ്. അപ്പം മെഡിക്കേറ്റഡ് ഓയിൻമെന്റ് ഫോർ റാഷ് ആണ് കോസ്മെറ്റിക് ആയിട്ട്. ബാക്കിയെല്ലാം കോസ്മെറ്റിക്കിൽ വരുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ, സൺസ്ക്രീൻ ലോഷൻ ഈസ് എ കോസ്മെറ്റിക്, ലിപ്സ്റ്റിക് ഈസ് എ കോസ്മെറ്റിക്, ഷാംപൂ ഫോർ ക്ലെൻസിങ് സ്കാൽപ്പ് ആൻഡ് ഹെയർ. അതിന് പകരം ഷാംപൂ ഫോർ ഡാൻഡ്രഫ് എന്നാണ് വന്നെങ്കിൽ ഇറ്റ് ഇസ് എ ഡ്രഗ്. അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ കൊടുക്കും നമ്മൾ. അതാണ് അത് പറയാനാണ് ഈ പോയിന്റ് പറഞ്ഞത്. ഷാംപൂ ഫോർ ക്ലെൻസിങ്, വെറുതെ ഷാംപൂ എന്ന് പറഞ്ഞാലും ഷാംപൂ ഫോർ ക്ലെൻസിങ് സ്കാൽപ്പ് ആൻഡ് ഹെയർ എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ കോസ്മെറ്റിക്. അതേസമയം ഡാൻഡ്രഫിന് വരുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ കുറച്ച് കെമിക്കൽ പറഞ്ഞു, ഷാംപൂവിന്റെ സെലനിയം സൾഫൈഡ് IPA വരുന്നതാണിത്. അപ്പൊ അങ്ങനെ വന്നാൽ ഇറ്റ്സ് എ ഡ്രഗ്. അപ്പൊ അത് നമ്മൾ ഒബ്ജക്റ്റീവ് ചോദിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് അറിയാനായിട്ട് ആ രീതിക്കാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രഗ് ആണ്. രണ്ടാമത്തത്, എ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഈസ് ഇന്റൻഡഡ് ടു ബി അപ്ലൈഡ് ടു വിച്ച് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി. കോസ്മെറ്റിക് പ്രോഡക്റ്റ് വിച്ച് പാർട്ടിനാണ് അപ്ലൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ, the internal organ. Second one, only skin, hair, nail. മൂന്നാമത് only face and neck. നാലാമത് any part of human body. ഏതായിരിക്കും? any part of human body ആണ്, ഇല്ലേ? ഇതില് വേറൊന്ന്, these are all for external use. കോസ്മെറ്റിക്കിന്റെ ഇതിലെ ലേബിൾ തന്നെ എക്സ്റ്റേണൽ യൂസ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ബോഡിയിൽ എവിടെ വേണം ഉപയോഗിക്കാം. ഒരെണ്ണം മാത്രമാണ് ഉള്ളിൽ ഉപയോഗിക്കുന്നത്. ഏതാണ്? വായ്ക്കകത്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ മൗത്ത് എന്ന് പറയുന്ന ബോഡി ഇന്റേണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് മൗത്ത് വാഷും അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എക്സ്റ്റേണൽ തന്നെയാണ്. അതും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഉള്ളിലേക്ക് പോകാത്തതുകൊണ്ട്. അപ്പോൾ എനി പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ കോസ്മെറ്റിക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ആൻസർ. മൂന്നാമത്, ദ പർപ്പസ് ഓഫ് എ കോസ്മെറ്റിക് ഈസ് ടു ബി അപ്ലൈഡ് ടു ഹ്യൂമൻ ബോഡി ഫോർ. ഒരു കോസ്മെറ്റിക്കിന്റെ പർപ്പസ്. First one, diagnosis of a medical condition. Second one, promoting attractiveness. 3, treatment of illness. 4, promoting internal health. ഏതായിരിക്കും the purpose of a cosmetic? Promoting attractiveness, ഇല്ലേ? അട്രാക്റ്റീവ്നെസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കോസ്മെറ്റിക്. അത് തന്നെ. മറ്റേ ട്രീറ്റ്മെന്റ് ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത് ഡ്രഗാണ്. ഇന്റേണൽ ഹെൽത്ത്, പ്രൊമോട്ടിങ് ഇന്റേണൽ ഹെൽത്ത് ഒക്കെ ഡ്രഗാണ്. പിന്നെ ഡയഗ്നോസിസ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ, ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നതും ഡ്രഗാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ഓർ ലീഗൽ ഡെഫിനിഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ബി കൺസിഡേർഡ് ആസ് ഡ്രഗ്? ഈ ഡെഫിനിഷൻ പ്രകാരം
ഒന്ന് എ ലോഷൻ ദാറ്റ് മോയ്സ്ചറൈസസ് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ലോഷൻ. എ ഷാംപൂ ഡിസൈൻ ടു ക്ലെൻസ് ദ ഹെയർ. 3 എ സപ്ലിമെന്റ് ദാറ്റ് ക്ലെയിംസ് ടു ഇംപ്രൂവ് ജോയിന്റ് ഹെൽത്ത്. ആൾ ദി അബോവ്. ഏതാണ് വരുന്നത് അതിൽ? എ ലോഷൻ ദാറ്റ് മോയ്സ്ചറൈസസ് സ്കിൻ എന്ന് പറയുന്നത് അതൊരു കോസ്മെറ്റിക് തന്നെയാണ് അല്ലേ? എ ലോഷൻ ദാറ്റ് മോയ്സ്ചറൈസിങ് ആക്ഷൻ ആണ്. അതൊരു എന്താ പറയുന്നത്, ഇംപ്രൂവിങ് എന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത്. ഷാംപൂ ഫോർ ക്ലെൻസിങ് ഹെയർ, ദാറ്റ് ആൾസോ ഇത് തന്നെയാണ്. എ സപ്ലിമെന്റ് ടു ക്ലെയിം ടു ഇംപ്രൂവ് ജോയിന്റ് ഹെൽത്തിനെ എന്തായാലും നമ്മൾ എന്തായാലും എന്താ പറയുന്നത് ബോൺസിന്റെ ഇതിനെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഡ്രഗിന്റെ കണ്ടീഷനാണ്. അത് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്ന അക്കോർഡിംഗ് ടു DNC ആക്ട്, എ ഡ്രഗ് ഡിഫൈൻഡ് ആസ് എനി സബ്സ്റ്റൻസ് intend to be used A. According to Drugs and Cosmetic Act, drug is defined as any substance. ഡ്രഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് താഴെ പറയുന്നതിൽ ഏതാണ്? ക്ലെൻസിങ് ഓർ ബ്യൂട്ടിഫൈങ് ഹ്യൂമൻ ബോഡി. 2 ഫോർ ഡയഗ്നോസിസ് ആൻഡ് ക്യൂർ ഓഫ് എ ഡിസീസ്. 3 ആൾട്ടറേഷൻ ഓഫ് അപ്പിയറൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. 4 ബോത്ത് എ ആൻഡ് ഡി. ഏതാണ് ഇതിൽ വരുന്നത്? നമ്മുടെ ഡയഗ്നോസിസ് ആൻഡ് ക്യൂർ ഓഫ്. അത് നിങ്ങൾക്ക് അറിയാം. ഇത്തരം ഈ രീതിക്കാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ വായിച്ചിട്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു കൺസിഡർ ആസ് എ കോസ്മെറ്റിക്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു കൺസിഡർ ആസ് എ കോസ്മെറ്റിക്? താഴെ പറയുന്നതിൽ ഏതാണ് കോസ്മെറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ? 1 ആന്റിബയോട്ടിക് ക്രീം. 2 ഫേസ് വാഷ്. 3 വൈറ്റമിൻ സപ്ലിമെന്റ്. 4 OTC പെയിൻ റിലീവർ. OTC മീൻസ് ഓവർ ദ കൗണ്ടർ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കോസ്മെറ്റിക് ആയിട്ട് കൂടുതൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? 1 ആന്റിബയോട്ടിക് ക്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രഗ് ആണ് അല്ലേ, ആന്റിബയോട്ടിക്. പിന്നെ അടുത്ത വേറൊരു ഓപ്ഷൻ OTC പെയിൻ റിലീവർ, ഓവർ ദ കൗണ്ടർ പെയിൻ റിലീവർ. ഇപ്പോൾ പാരസെറ്റമോൾ OTC പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇറ്റ് ക്യാൻ ബി ഡിസ്പെൻസ്ഡ്. അപ്പോൾ പാരസെറ്റമോൾ ഈസ് എ ഡ്രഗ്. അപ്പോൾ അതല്ല. മൂന്നാമത്തത് വൈറ്റമിൻ സപ്ലിമെന്റ്. വൈറ്റമിന്റെ ബി കോംപ്ലക്സ്, കോബാഡക്സ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ്സ് എ ഡ്രഗ് ആണ്, നിങ്ങൾക്കറിയാം, വൈറ്റമിൻ സപ്ലിമെന്റ്. 4 ഫേസ് വാഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ആൻസർ. പിന്നുള്ളത് എ ക്രീം ദാറ്റ് ക്ലെയിംസ് ടു റെഡ്യൂസ് റിങ്കിൾസ്. ഒരു ക്രീം ക്ലെയിം ചെയ്തിരിക്കുന്ന റിങ്കിൾസ്, ഇത് നമ്മുടെ സ്കിന്നിന്റെ ചുളിവുകളൊക്കെ പ്രിവെന്റ് ചെയ്യും. ആൻഡ് ഇംപ്രൂവ് ആൻഡ് പ്രൊമോട്ട് സ്കിൻ ടെക്സ്ചർ വുഡ് പ്രൈമറിലി ബി ഡിസൈൻഡ് ആസ്. അതായത് പ്രൊമോട്ട് സ്കിൻ ടെക്സ്ചർ വുഡ് പ്രൈമറിലി ബി ഡിസൈൻഡ് ആസ് ഡ്രഗ്. ഫസ്റ്റ് 1 ഡ്രഗ്, സെക്കൻഡ് 1 കോസ്മെറ്റിക്, മൂന്നാമത് കോസ്മെറ്റ്യൂട്ടിക്കൽ, 4 ഫുഡ് അഡിറ്റീവ്, 5 മെഡിക്കൽ ഡിവൈസ്. കോസ്മെറ്റിക് ആണ്, കാരണം ആൾട്ടറിങ് ദ അപ്പിയറൻസ് എന്നൊക്കെ പറയുന്ന ആ പോയിന്റിലാണ് വരുന്നത്. പ്രൊമോട്ടിങ്, അതിന്റെ വേർഡിങ് ഇതാണ് വരുന്നത്. പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് ഓർ ആൾട്ടറിങ് ദ അപ്പിയറൻസ്, ആ ഭാഗമാണ് ഇവിടെ വരുന്നത്. അതായത് പ്രൊമോട്ട് സ്കിൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ചുളിവൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഒന്ന് ചുളിവൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ കോസ്മെറ്റിക് അല്ലേ ഉപയോഗിക്കുന്നത്, ഡ്രഗ് അല്ല അതിന് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിഫറൻഷിയേറ്റ് എ ഡ്രഗ് ഫ്രം കോസ്മെറ്റിക് അണ്ടർ DNC ആക്ട്? ഏതാണ് പ്രൈമറി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡ്രഗിനെയും കോസ്മെറ്റിക്കിനെയും? ഫസ്റ്റ് 1, ഇറ്റ് ഇമ്പാക്ട് ഓൺ ദി ബോഡി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇറ്റ് ഇമ്പാക്ട് ഓൺ ദി ബോഡീസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. 2, ഇറ്റ്സ് എബിലിറ്റി ടു ക്ലെൻസ് ആൻഡ് ബ്യൂട്ടിഫൈ ദ എക്സ്റ്റേണൽ ബോഡി. 3, ഇറ്റ്സ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്. 4, ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ബ്രാൻഡിങ്. ഏതുകൊണ്ടാണ് ഇത്? ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിഫറൻഷിയേറ്റ് എ ഡ്രഗ് ഫ്രം കോസ്മെറ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മരുന്നിനെ കോസ്മെറ്റിക്കിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഏതാണ്? മരുന്നിനെ വ്യത്യസ്തമാക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1, ഇറ്റ്സ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്. അത് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ അത് എഴുതും, മരുന്നിന്റെ പാക്കറ്റ് കണ്ടിട്ട് ഉടനെ അറിയാം. അതല്ല. ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ബ്രാൻഡ് നെയിമും കോസ്റ്റും അല്ല. 3, ഇറ്റ്സ് എബിലിറ്റി ടു ക്ലെൻസ് ആൻഡ് ബ്യൂട്ടിഫൈ. അതെന്താണ്? അത് കോസ്മെറ്റിക് ആണ്, അത് ഡ്രഗ് അല്ല അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു. 4മത്തത് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി ബോഡീസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അതാണ് ആ ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫങ്ഷന് നേരത്തെ പറഞ്ഞു. പാരസെറ്റമോൾ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ആസ്പിരിൻ
ആസ്പിരിൻ അതിൻ്റെ ഫംഗ്ഷനെയും സ്ട്രക്ചറിനെയും ചെറുതായിട്ട് ആൾട്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വേദന കുറയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ പ്രോസ്റ്റഗ്ലാൻഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷനെ ആൾട്ടർ ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻ പ്രോസ്റ്റഗ്ലാൻഡിൻ സെക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു, അപ്പോൾ ഫംഗ്ഷനെ ആൾട്ടർ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഡ്രഗ്. അപ്പോൾ അതാണ് ആ വേർഡിങ്ങിൻ്റെ ആ വേർഡ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായാലേ ഈ ഒബ്ജക്റ്റീവ് ആൻസർ ചെയ്യാൻ. ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഫോർ ദി it is a treatment substances intended to be used in the diagnosis or mitigation or any disease or human beings, including preparations applied on the body, used on the mitigation diseases, disorders, body for the purpose of this altering medicines for internal or external use of human beings or animals, and all substances intended to be used for in the diagnosis, mitigation, and prevention of disease or disorder in human beings, including preparations applied on human body. അതാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് വേം ഇൻറ്റൻഡ് അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് വരുന്നത്, സച്ച് സബ്സ്റ്റൻസസ് ഇൻറ്റൻഡ് ടു അഫക്ട് ദ സ്ട്രക്ചർ ഓർ എനി ഫങ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ആ പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. സച്ച് സബ്സ്റ്റൻസസ് which intended to affect the structure or any function of the human body. അതേ വേർഡിങ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവിൽ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫംഗ്ഷനോ സ്ട്രക്ചറിനെയോ മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഡ്രഗ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ കോസ്മെറ്റിക് എന്താണെന്ന് പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡ്രഗ് ആണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക്കിൽ തന്നെ മെഡിക്കേറ്റഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ മെഡിക്കേറ്റഡ്, ഇറ്റ് ഇസ് എ ഡ്രഗ് ആണ്. അപ്പോൾ ആ മെഡിക്കേറ്റഡ് ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ്, മെഡിക്കേറ്റഡ് സോപ്പ് ഉണ്ട്, മെഡിക്കേറ്റഡ് ഷാംപൂസ് ഉണ്ട്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തും വരാം. അപ്പോൾ അങ്ങനെയുള്ളത് മെഡിക്കേറ്റഡ് ഡ്രഗ് ആണ്, ബാക്കിയുള്ളതൊക്കെ കോസ്മെറ്റിക് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി ആ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററും സിമ്പിളാണ്, തേർഡ് ചാപ്റ്ററും ആണ് കുറച്ചുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഫോർത്ത് ചാപ്റ്ററാണ് നമുക്ക് വളരെ എലോബറേറ്റ് ആയിട്ട് നോക്കേണ്ട ചാപ്റ്റർ. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൂടെ ഡിസ്കസ് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സിൽ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിഫറൻഷിയേറ്റ് എ ഡ്രഗ് ഫ്രം എ കോസ്മെറ്റിക്. ഒരു ഡ്രഗിനെ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുകയാണ്, 4 എണ്ണം പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് വിച്ച് വിൽ ഡിഫറൻഷിയേറ്റ് എ ഡ്രഗ് ഫ്രം എ കോസ്മെറ്റിക്? ഒരു ഡ്രഗിനെ കോസ്മെറ്റിക്കിൽ നിന്നും മാറ്റുന്നത് എന്താണ്? അതിനെ മാറ്റി നിർത്തുന്നത് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻസ്: ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി ബോഡീസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അതാണ് ഡെഫിനിഷൻ തന്നെ ഉണ്ട്, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി ബോഡീസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ അതാണ് ഞാൻ പറഞ്ഞത്, അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആസ്പിരിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ബോഡിയിൽ എന്താണ്? ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് പ്രോസ്റ്റഗ്ലാൻഡിൻ. അപ്പോൾ അതിൻ്റെ ബോഡിയുടെ ഫങ്ഷനെയാണ് അത് മാറ്റുന്നത്. ഒരു നാച്ചുറൽ ഫങ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, റിലീസ് ഓഫ് പ്രോസ്റ്റഗ്ലാൻഡിൻ, അതിനെ പ്രിവെന്റ് ചെയ്യുന്നു. നാച്ചുറൽ ഫങ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു, ബോഡിയുടെ ഫങ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു, ആൾട്ടർ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് എ ഡ്രഗ്. ആ ഡെഫിനിഷൻ പ്രകാരം. അടുത്ത ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് എബിലിറ്റി ടു ക്ലെൻസ് ആൻഡ് ബ്യൂട്ടിഫൈ, അതുമല്ല. 3 ഇറ്റ്സ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ്, അതല്ല. 4 ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ബ്രാൻഡിങ്, അതുമല്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിൽ വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതങ്ങനെ വന്നാൽ പെട്ടെന്ന് എഴുതാൻ കഴിയില്ല. വേറെ 3-4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഞാൻ ഒബ്ജക്റ്റീവ് കൂടെ ഞാനത് നോട്ടിലായിട്ട് എഴുതി ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ തിയറി മാത്രം നിങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഇത് തന്നെ കൺഫ്യൂഷൻ ആയില്ലേ? 2 ഡെഫിനിഷനാണ് ആകെ ഞാൻ പറഞ്ഞത്, പക്ഷെ അതെങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. അപ്പോൾ അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാരിറ്റി ആയെന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ചാറ്റിൽ ഒരാൾ ചോദിച്ചു, കോസ്മെസ്യൂട്ടിക്കൽസ് ഒരു ഡ്രഗ് ആയിട്ടാണോ കോസ്മെറ്റിക് ആയിട്ടാണോ കൺസിഡർ ചെയ്യാന്നുള്ള രീതിക്ക്, അത് മെഡിക്കേറ്റഡ് ഡ്രഗിന്റെ കാര്യം പറഞ്ഞതാണ് തോന്നുന്നു. ചാറ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വന്നത്. അതെ, അത് മെഡിക്കേറ്റഡ് ഡ്രഗ് ഒരു ഡ്രഗ്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഇറ്റ്സ് എ ഡ്രഗ്. ഞാൻ പറഞ്ഞു അതിന്റെ മാനുഫാക്ചർ ലൈസൻസ് ആണ് അതിലുള്ളത്. കോസ്മെറ്റിക് വെച്ച് ചെയ്യാൻ ഒക്കില്ല. അതിന് മാനുഫാക്ചർ ലൈസൻസ് തന്നെ വേണം. അപ്പോൾ അത് ഫസ്റ്റ് ഈ ടേം കോയിൻ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. ഞാനത് എവിടെ എഴുതി വച്ചിരുന്നതിൽ വെറുതെ ഞാനിത് കുരുകുര എഴുതി വെച്ചൊക്കെയാണ്, ഇതിലൊന്നും കാണുന്നില്ല. ഉണ്ട്,
ടൈം എടുക്കും. അതുകൊണ്ട് ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതൊരു ആ വേർഡ് ആരാണ് കോയിൻ ചെയ്തതെന്ന് അതും ഒബ്ജക്റ്റീവിന് അല്ല, ചോദിക്കാം. ആ കുട്ടി ചോദിച്ചത് സർ കോസ്മെസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ അതൊരു ഡ്രഗിന്റെ അണ്ടറിലാണോ വരിക, കോസ്മെറ്റിക് ആയിട്ടാണോ വരിക എന്നാണ് ചാറ്റിൽ ഡ്രഗ് ചോദിച്ചത്. തന്നെയാണ്, ഡ്രഗ് തന്നെയാണ്. ആ ഇറ്റ്സ് എ ഡ്രഗ്. അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ ഫാർമസ്യൂട്ടിക്കൽ യൂസ് ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ അതൊരു മെഡിക്കേറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കണ്ടീഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ ഡ്രഗ്. സിമ്പിൾ. ഇപ്പൊ ജിഞ്ചിവൈറ്റിസ്, നമ്മുടെ എന്താ പറയുന്നത് അതിന് പല്ലുവേദന എന്നല്ലേ നമ്മൾ മോണപഴുപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇത് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ജിഞ്ചിവൈറ്റിസിൽ ഉപയോഗിക്കുക അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ബാക്ടീരിയയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ വരുന്ന ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡ്രഗ്. സിമ്പിൾ ആണ്. അപ്പം നമ്മൾ എന്താ പറയുന്ന ഒരു മൗത്ത് വാഷ് വിച്ച് ഇസ് കണ്ടെയ്നിങ് സം മെഡിക്കേറ്റഡ് സം ഇൻഗ്രീഡിയൻറ്റ് വിച്ച് വിൽ പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. അതിനുള്ള ഗ്രോത്തിനുള്ള എന്തെങ്കിലും ഒരെണ്ണം ഈ മൗത്ത് വാഷിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് മൗത്ത് വാഷായിട്ട് വരികയാണെങ്കിൽ അത് ഇറ്റ്സ് എ ഡ്രഗ്. സിമ്പിൾ ആണ്. അതേസമയം അത് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ മൗത്ത് ഒന്ന് ഫ്രഷ്നെസ്, നമ്മുടെ ബ്രീത്ത്, ഫ്രഷ് ബ്രീത്ത് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഹെർബൽ ആയിട്ടുള്ളത്. ഇറ്റ് ഇസ് നോട്ട് എ ഡ്രഗ്, ഇറ്റ്സ് എ കോസ്മെറ്റിക്. മനസ്സിലായില്ലേ? ഈ പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡ്രഗ്. പിന്നെ ക്യാവിറ്റീസ്, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, നമ്മുടെ ഫ്ലൂറൈഡ്. ഇപ്പോൾ നമ്മുടെ പല്ലിന് അതിന് ചുറ്റും ഇതൊരു കോട്ടിങ് പോലെ അത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂറൈഡ്, അപ്പോൾ അത് നമ്മുടെ ഗമ്മിനെയൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആക്കും. അപ്പോൾ അത് ഈ ക്യാവിറ്റിയും അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യും, മറ്റേ ബാക്ടീരിയകൾ അടിയാതിരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂറൈഡും വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും ഇറ്റ് ഇസ് എ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ്, മെഡിക്കൽ കണ്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ക്യാവിറ്റിയിൽ ബാക്ടീരിയ വന്നിട്ട് അതിനൊക്കെ ഓരോ പേരുണ്ട്. ആ ഡിസീസ്ഡ് കണ്ടീഷൻ ഡെന്റൽ ഡോക്ടേഴ്സ് പറയുന്ന പേര്. ആ ഡിസീസ്ഡ് കണ്ടീഷൻ ഉപയോഗിക്കണം, ഇറ്റ്സ് എ ഡ്രഗ്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ വരുന്ന കോസ്മെസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ അത് ഫാർമസ്യൂട്ടിക്കൽ യൂസ് കൂടെ വരും, തെറാപ്യൂട്ടിക് യൂസ് കൂടെ വരും, ദെൻ ഇറ്റ് ഇസ് എ ഡ്രഗ് ഒബ്വിയസ്ലി. പക്ഷെ അതിന് ഡ്രഗ് എന്നല്ല ടേം കോയിൻ ചെയ്തിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, പുറത്തുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഞാൻ ആ പേര് മറന്നുപോയി. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൈം എടുക്കുന്നതുകൊണ്ട് ഞാനത് റെഫർ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ